ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده وقال النبي صلى الله عليه وسلم ما تلف مال في بر ولا بحر إلا بحبس الزكاة أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ വലിയ ഔദാര്യം, വലിയ കരുണ കൊണ്ട് വീണ്ടും നമുക്ക് ജുമാ നമസ്കരിക്കാൻ അവസരം തന്നു. അല്ലാഹു നമ്മളെ നമസ്കരിപ്പിച്ചു. എത്രയോ ആൾക്കാർ ജുമാ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ നമസ്കരിപ്പിച്ചതാണ്. അല്ലാഹു നമ്മളെ നമസ്കാരങ്ങളെയും അമലുകളെയും കബൂലാക്കുമാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ വിജയത്തിന് വേണ്ടി തന്നതാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാം അത് മനുഷ്യന്റെ സുരക്ഷിതത്വത്തിനും മനുഷ്യന്റെ സമാധാനത്തിനും മനുഷ്യന്റെ റാഹത്തിനുള്ളതാണ്. ഒരിക്കലും മനുഷ്യരെ ബുദ്ധിമുട്ടാക്കാനോ പ്രയാസപ്പെടുത്താനോ ഉള്ളതല്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഇസ്ലാം. മനുഷ്യർ അവരുടെ ബുദ്ധികൾ ഉപയോഗിച്ചുണ്ടാക്കിയ പ്രത്യയശാസ്ത്രമല്ല, സൃഷ്ടാവ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സൃഷ്ടികൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് അവരുടെ അവസ്ഥകൾ, അതിനെപ്പറ്റി നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ ഇറാദ, അവന്റെ മശിയത്ത്, അവന്റെ ഉദ്ദേശം, അതൊക്കെ അറിയുന്നവൻ അല്ലാഹുവാണ്. അത് ഉണ്ടാക്കണവനും അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിക്കാതെ ഉദ്ദേശിക്കാനും കൂടി പറ്റൂല. അപ്പൊ മനുഷ്യനെ പറ്റി എത്ര നന്നായി അറിയാം, സൃഷ്ടികളെ കുറിച്ച് എത്ര നന്നായി അറിയാം അള്ളാഹ്ക്ക്. ആ അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നതാണ് ഇസ്ലാമിനെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്റെ നിഅമത്തിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ഇസ്ലാം പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹ് പറഞ്ഞത് അതാണ്. ഇതൊരു നിഅമത്താണ്. ഇതിനെ നിഅമത്തായിട്ട് കാണണം നമ്മൾ. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയായി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിക്കാനുള്ള സരണിയായി നിങ്ങൾ ഇസ്ലാമിനെ തെരഞ്ഞെടുത്തോളി. കാരണം ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടും. സൃഷ്ടാവായ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടും. അതുകൊണ്ട് ഇസ്ലാം നമുക്ക് തൃപ്തിപ്പെട്ട് തന്നതാണ്. ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട അർക്കാനുകളുണ്ട്. ഇസ്ലാമിന്റെ അർക്കാൻ, ഇസ്ലാമിന്റെ റുക്ൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, 5 സ്തൂപങ്ങളുടെ മേൽ നിലനിർത്തിയ ഒരു കൂടാരത്തെ പോലെയാണ് ഇസ്ലാം. അതിലേതെങ്കിലും തൂണില്ലാതായാൽ ആ ഭാഗം പൊളിഞ്ഞു പോകും. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 തൂണുകളെ ചേർത്തിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന് നിസ്കാരം, 2 സക്കാത്ത്. 70ഓളം സ്ഥലത്ത് നിസ്കാരത്തിന് സക്കാത്തിന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, വ്യത്യാസപ്പെടുത്താതെ. 70ഓളം സ്ഥലത്ത്. എന്ന് വെച്ചാൽ നിസ്കാരം പോലത്തെ ഒരു അമലാണ് സക്കാത്ത്. നിസ്കാരം പോലെയുള്ള ഒരു അമലാണ് സക്കാത്ത്.
എത്രത്തോളം ഉലമാക്കൾക്ക് അഭിപ്രായമുണ്ട്, സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. നമ്മൾ സാധാരണ നിസ്കാരം ഇല്ലാത്തവനെ മോശക്കാരനായിട്ട് കാണും. സക്കാത്ത് കൊടുക്കാത്തവനോ, നോമ്പ് കൊടുക്കാത്തവൻ എത്ര മോശമായിട്ട് നമ്മൾ കാണും. നോമ്പ് കൊടുക്കാത്തവൻ എത്ര മോശക്കാരനായിട്ട് കാണാം. പക്ഷെ നോമ്പ് ഫർളാക്കിയ അതേ അല്ലാഹുവാണ് സക്കാത്തും ഫർളാക്കിയത്. സക്കാത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സക്കാത്ത് കൊടുക്കാതിരിക്കൽ ആ മനുഷ്യന്റെ നാശത്തിന്റെ വഴി തുറന്നിരിക്കുകയാണ്. നാളെ ഖിയാമത്ത് നാളിൽ അയാൾ കുടുങ്ങും. നരകത്തിൽ അവരുടെ ശിക്ഷയെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖു മാ കുൻതും തക്നിസൂൻ. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. അവരെ മുഖത്തും മുതുകിനും അവരുടെ ശരീരത്തിലൊക്കെ വെച്ച് കൊള്ളിക്കും. മിക്കുവ എന്നാണ് സ്ത്രീപട്ടിക്ക് പറയല്. മിക്കുവ ആ വാക്കാണ്. കൊള്ളിക്കുന്ന ആളെ ഈ സാധനങ്ങൾ വെച്ചിട്ട്. ഖുർആനാണ്, ഹദീസല്ല. ഹദീസാണ് നമ്മൾ പറയും ലൈഫാൻ സാധ്യത. ഖുർആൻ എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഇതാ രുചിച്ചോളി, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് സാറുമാരെ, സ്നേഹമാരെ, മനുഷ്യൻ അവന്റെ സമ്പാദ്യത്തിന്റെ ഒരു 2.5% അള്ളാഹുവിന് വേണ്ടി സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. സക്കാത്തിന് ആൾക്കാർ വളരെ ലാഘവത്തോടെ കാണാം. അത് കുഴപ്പമില്ല എന്നാ വിചാരിക്കണേ. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്താൽ മതി. 2 കോടി ഉൾപ്പെടെ ഒരു 50,000 കൊടുത്താൽ അവന്റെ പ്രശ്നം തീർന്നെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഇല്ല സാറുമാരെ, കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കണം. കമ്മട്ട പറ്റൂല. തോന്നിയ പോലെ ഏകദേശം അന്താസ് ഇല്ല, കണക്ക് നോക്കിയിട്ട്. സമ്പത്ത് നശിക്കാനുള്ള കാരണം എന്താണ്? എന്താ സമ്പത്ത് നശിക്കാനുള്ള കാരണം? നിങ്ങൾ ഹദീസുകൾ പഠിച്ചാൽ മനസ്സിലാവും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ ഖാലതതി സദഖതു മാലൻ ഖത്തു ഇല്ലാ അലഖ്തു. ഒരു സമ്പത്തിനോട് കൂടി സക്കാത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുതരാണ്, ഒരു സമ്പത്തിനോട് കൂടി സക്കാത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ സമ്പത്ത് നശിക്കാതിരിക്കൂല. ഒരു സമ്പത്ത് നശിക്കാനുള്ള കാരണം അതിൽ സക്കാത്ത് കുടുങ്ങലാണ്. നമ്മളതിന് പലതും പറയും, പല കാരണങ്ങൾ പറയും. മാന്ദ്യം പറയും, കൊറോണ പറയും, അത് പറയും, ഇത് പറയും, ഒക്കെ പറയും. ഇല്ല, കാരണം ഇതാണ്, അതിൽ സക്കാത്ത് ചേർന്നിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ തലിഫ മാലുൻ ഫീ ബർരിൻ വലാ ബഹ്രിൻ ഇല്ലാ ബിഹബ്സി സക്കാത്ത്. കടലിലോ കരയിലോ സമ്പത്ത് നശിക്കുന്നില്ല സക്കാത്ത് തടഞ്ഞു വെച്ചതിന്റെ പേരിലല്ലാതെ. കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളെ സമ്പത്തിന് ഒരു പോറലുണ്ടാവില്ല. അത് അതിന്റെ ശരിയായ ഹിഫാദത്ത്, അതിന്റെ സൂക്ഷിപ്പ് അല്ലാഹുവിന്റെ ഭാഗത്താണ്. നമ്മളെ സമ്പത്ത് നശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ മതി, സക്കാത്ത് ഉണ്ടാവും. ചിലർക്ക് 10 ലക്ഷം രൂപ കട ഉണ്ടാവും. അയാൾ വരും, ഞാൻ സക്കാത്ത് കൊടുക്കുന്ന കടക്കാരനാണ്. സത്യത്തിൽ അവന്റെ 20 ലക്ഷം രൂപന്റെ ആസ്തി ഉണ്ടാവും. അയാൾ അതിന് സക്കാത്ത് കൊടുക്കണം. കടലില്ലാത്ത ആരുണ്ടാവുക? സക്കാത്തിന്റെ വിഷയങ്ങൾ വ്യക്തമായി ഉലമാക്കളെ സമീപിച്ച് നമ്മൾ പഠിക്കണം. ഇത് പഠിക്കില്ല ആൾക്കാർ. അടുത്ത ദിവസം ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ നോമ്പ് കൊടുക്കണേ തൊട്ട് മുമ്പ് നമ്മളെ കൂടെ 24 മണിക്കൂർ ഉണ്ടാണ് ഒരു ചങ്ങായി, നമ്മളെ വളരെ അടുത്ത സുഹൃത്ത്. ഓനക്ക് സക്കാത്തിന്റെ എന്തൊരു കാര്യം പറയാം, അവൻ അതിന്റെ കണക്കൊക്കെ കൂട്ടി വെച്ചു. അവനോട് അതിന് കൊടുക്കണോ വെച്ചു. ഞാൻ അങ്ങനെ കൊടുക്കില്ല. ഞാൻ പറഞ്ഞാ കൂട്ടി തുടങ്ങുക. ഒരുപാട് കൊടുക്കണ്ടാവും. എന്തിനാ സക്കാത്ത് കൊടുക്കണ്ടേ നമുക്ക് അറിയില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ആകെയുള്ള കുറച്ച് പൈസ ഉണ്ടാവും. പൈസ നമ്മുടെ കൈമ വെക്കണ പരിപാടിയില്ല. എന്തെങ്കിലും പരിപാടി ആ പരിപാടിക്ക് ഇറക്കും, ഈ പരിപാടിക്ക് ഇറക്കും. ഒന്നില്ലെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കെങ്കിലും ചെയ്യും. എന്നിട്ട് പിന്നെ അത് പിരിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. ഏതെങ്കിലും ചങ്ങായി എന്തെങ്കിലും പറയും, 10 ലക്ഷം കൊണ്ടെങ്കിൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കും. എന്നിട്ടോ പറയാ കടക്കാരനാണ്, ആകെ പ്രസ്ഥാന. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കും. സക്കാത്ത് കൊടുക്കാത്തവരുടെ സമ്പത്ത് ഉറപ്പായിട്ടും നശിക്കും. അതിൽ നിങ്ങൾ സംശയിക്കണ്ട. എന്തുകൊണ്ട് സംശയിക്കണ്ട? നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. നുബുവത്തിന്റെ നാവ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാതെ പോകില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയാണ്. തങ്ങളോട് വഹിയല്ല, തങ്ങളൊന്നും സംസാരിക്കൂല.
അതുകൊണ്ട് അതൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കലല്ല വേണ്ടത്, അത് കൊടുക്കാനാണ് ശ്രമിക്കൽ. സക്കാത്ത് കൃത്യമായി കണക്കാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഓരോ വർഷവും സക്കാത്ത് കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകും. ഖുർആൻ പലിശ സമ്പത്തിനെ നശിപ്പിക്കും, സദഖ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. നമ്മളെപ്പോഴും ബുദ്ധി വെച്ചിട്ടാണ് ഇസ്ലാമിനെ അളക്കുന്നത്. ഇസ്ലാമിനെ ബുദ്ധി വെച്ച് അളക്കാൻ വേണ്ടി മെനക്കെടരുത്. നമ്മൾ പല ലോജിക്കും പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ MBA പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്ത് പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവും. എന്ത് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമിന്റെ നിയമം വന്നാൽ എല്ലാം ഓഫാണ്, സുക്കൂത്താണ്. സമിഅന വഅതഅന, അനുസരിക്കുക. അതിൽ ലോജിക്ക്, അതിൽ ബുദ്ധി, അതിൽ സാമർത്ഥ്യം, അതിൽ ഒന്നും കയറ്റരുത്. സക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തേക്കാം. കൊടുക്കുന്നത് ആർക്കാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് കണക്കൂട്ടാൻ കഴിയില്ല. അത് ഭയങ്കര ഇടങ്ങാറാണ്, ഭയങ്കര ചൊറയാണ്. അള്ളാഹു താല പറയും, ഓഹോ എനിക്ക് ചൊറയാണില്ലേ, ഞാൻ തെത്തിവാക്കി തരാണ്. പിന്നെ പെരുഞ്ചൊറയിക്കും. സക്കാത്ത് കണക്കൂട്ടാൻ അവർക്ക് നേരില്ല. പിന്നെ അള്ളാഹു താല അവനെ കണക്കൂട്ടിനെ വെറും കണക്കനാക്കും. കാരണം അത്ര കൊടുക്കാണ്ടാവും. കടക്കാരനവൻ പുടുത്തം കൊടുത്തായത്തിന് പിന്നെ ഫുള്ള് ഫ്രീ ആയിരിക്കും. ഒരാൾ പറയുന്നത് തിരക്കില് എനിക്ക് ഒന്നാമത്തെ അവസാനത്തെ അത്തയ്യാത്ത് കിട്ടിയത്, എനിക്ക് അവസാനത്തെ അത്തയ്യാത്ത് കിട്ടിയത് അത് ഉളു എടുക്കാൻ നിൽക്കാത്തോണ്ടാണ്. എന്താണ് ഉളു എടുക്കാൻ നിന്നെങ്കിൽ അവ കിട്ടൂലായിരുന്നു. മനസ്സിലായില്ല? ഉളു എടുക്കാൻ നിന്നാൽ അതും കൂടി കിട്ടൂല. ഉളു എടുക്കാതെ ചാടി കയറി പിടിച്ചോണ്ട് എന്തായി? ഇതേപോലെയാണ് കണക്കോക്കാത്ത സക്കാത്ത് കൊടുക്കുന്ന ആള്. കണക്കോക്കാത്ത സക്കാത്ത് കൊടുക്കുന്ന ആൾ ഇതേപോലെയാണ്. ഉളു ഇല്ലാതെ നിസ്കരിക്കണവനെ പോലെ. ഉളു ഒരു ഇബാദത്താണ്. ഉളുവിന് പ്രതിഫലം ഉണ്ടാവും ഉറപ്പായിട്ടും. ഉളു ഒരു ഇബാദത്താണ്, ഉളുവിന് പ്രതിഫലം ഉണ്ടാവും. ഉളു എന്തിനാ എടുക്കണേ? നിസ്കാരത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയാണ് സക്കാത്തിന്റെ കണക്ക് കൂട്ടുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് ഇബാദത്താണ്. ഓരോ സാധനത്തിന്റെ കണക്കെടുക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം 2 ദിവസം പീഡ അടച്ചിട്ടു, അതൊക്കെ ഇബാദത്തിലുള്ളത്. കാരണം അള്ളാഹുവിന്റെ ബാധ്യതയെ, സക്കാത്താകുന്ന ഇസ്ലാമിന്റെ ആ റുഖിനെ, അതിനെ പൂർത്തിയാക്കാൻ വേണ്ടി, അള്ളാന്റെ ഒരു കൽപ്പന പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഓൻ ചെയ്യുന്ന അധ്വാനാണ്. ജോലി, കച്ചവടം, കൃഷി എന്നൊക്കെ ഓടി വരികയാണ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോൾ കുടുങ്ങും. സാറിന് ആഖിറത്തിലെത്തുമ്പോൾ കുടുങ്ങും. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അവന്റെ സമ്പത്ത് നശിക്കും. ഈ കാര്യം നമ്മൾ ഉറപ്പിച്ചേക്കും. എങ്ങനെ നശിക്കുന്ന പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി, നബിയായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് യക്കീനാണെങ്കിൽ പിന്നെ കൊടുക്കൽ എളുപ്പം. എത്ര കൊടുത്താലും ഞാൻ നശിക്കൂല. എന്നിന്റെ ഒന്നും എനിക്ക് തരാൻ പറഞ്ഞതാണ്. തരുന്ന ആളാരാണ്? അതുകൊണ്ട് സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കിയിട്ട് കൊടുക്കും. എങ്ങനെങ്കിലും കമ്മട്ടത്ത് കൊടുത്താൽ പോരാ. എന്തിനാ കൊടുക്കേണ്ട ആൾക്കാർക്കൊന്നും അറിയില്ല. ഞാൻ കുറച്ച് കാര്യം മനസ്സിലാക്കി വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ അങ്ങനെ പോകും. അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മുമ്പ് ഇവിടെ മറ്റേ GST ഇല്ലേ, GST വന്നു. അപ്പൊ അതിന്റെ എല്ലാ നിയമം എന്ത് ചെയ്യുന്നു? ആര് പഠിച്ചു? നമ്മൾ പഠിച്ചു. ഏതിനൊക്കെ ഉള്ളത്, എത്ര ശതമാനമുള്ളത് ആൾക്കാർ കാണാതെ പറയും. അതിന് 18ആണ്, അതിന് 12ആണ്, അതിന് അങ്ങനെയാണ്, അത് റിട്ടേൺ കിട്ടും എന്നൊക്കെ പറയാം. എന്തെല്ലാം ഉസൂര് പഠിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? മേത്തേക്ക് വരുന്ന പേടിച്ചോണ്ട്. ഇത് ആഖിറത്തിൽ കുടുങ്ങും. സീലിങ്ങനെ വെക്കും. അള്ളാഹ് പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസിക്കും. ഈ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എന്നാ പിടിച്ചോന്ന് പറഞ്ഞ ആഖിറത്തിൽ തരും. ഖുർആൻ ശരീഫിൽ വേറെ സ്ഥലത്ത് പറയുന്നത്, الذين يبخلون بما آتاهم ولا يحسبن الذين يبخلون بما آتاهم الله من فضله سيطوقون ما بخلوا به يوم القيامة. الله تعالى പറയാൻ, ولا تحسبن الذين يبخلون بما آتاهم الله من فضله. കച്ചവടക്കാരന് സക്കാത്ത് കൊടുക്കാനുള്ളത് ഓനോണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഓൻക്ക് ആര് കൊടുത്തതാണ്? അല്ലാഹ് തന്നതാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ولا يحسبن الذين يبخلون بما آتاهم الله من فضله. അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് തന്നതിനെ പിശുക്ക് കാണിക്കുന്നവൻ വിചാരിക്കണ്ട അതവന് ഖൈറാണെന്ന്.
ബൽ ഹുവ ശർറുൻ ലഹും, അതവന് ഖൈറാണ്. അതങ്ങനെ പിശുക്കി വെച്ച് ഇങ്ങനെ എണ്ണം കൂട്ടൽ ഖൈറാണെന്ന് അവൻ വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് ഷർറാണ്. സയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ അതെല്ലാം കൂടി അവർക്ക് മാലയായി കഴുത്തിൽ അണിയിക്കപ്പെടും. ചില ഹദീസിൽ വരുന്നുണ്ട്, ഇതിന്റെ തഫ്സീറിൽ അവർ പാമ്പായിട്ട് അണിയിക്കപ്പെടും. അപ്പൊ ഈ ശേഖരിച്ചു വെക്കുന്ന ബാങ്ക് ബാലൻസ് ഒക്കെ നാളെ നല്ല രാജവെമ്പാല കിങ് കോബ്ര ഒക്കെ ആയിട്ട് വരും. ഞാൻ പറയല്ല. സയതവഖൂന മാ ബഖിലു യൗമൽ ഖിയാമ, അള്ളാഹു തന്നതാണ്, നമ്മളാരും കൊണ്ടുവന്നതല്ല. ഒരാൾക്ക് അള്ളാഹു തആല 10 ലക്ഷം റുപ്യ കൊടുത്താൽ അവൻ എത്ര കൊടുക്കണ്ടേ? എത്ര? ഒരു 25,000 കൊടുത്താൽ ബാക്കി 9,70,75,000 റുപ്യ ആർക്കുള്ളതാണ്? 30%, 80% ഒന്നും ടാക്സ് അടക്കാൻ പറയില്ലല്ലോ. ആകെ പറഞ്ഞ 2.5%. 10 ലക്ഷം റുപ്യ ഒരാൾക്ക് അള്ളാഹു തന്നു. ഓരോട് പറയണ ഒരു 25,000 റുപ്യ ആർക്കും കൊടുത്താലാണ്. അതിനകത്ത് റിട്ടേൺ തരും ചെയ്യും. കമ്പനി റിട്ടേൺ തരും, കുറച്ചല്ല, ചുരുങ്ങിയ 10 വെച്ചിട്ട് തരും. പക്ഷെ നമ്മൾ കൊടുക്കൂല. നാളെ ആഖിറത്തിലെത്തുമ്പോൾ കുടുംബ സാർമാരെ നിസ്കാരം ഉണ്ടാവും, വലിയ നിസ്കാരത്തായ്മൊക്കെ ഉണ്ടാവും. ഒറ്റ നിസ്കാരം പാഞ്ഞു വെച്ചൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ സക്കാത്തിന്റെ കാര്യത്തിൽ മഹാബദ്ധം. ആൾക്കാർ പറയും 40,000 റുപ്യ, 50,000 റുപ്യ, 1 ലക്ഷമൊക്കെ നമ്മളെ വാങ്ങണോ. ഒരു പറയാണ് നമ്മളതിലൊന്നുമില്ല, ആരേലും ഒന്നും ഉണ്ടായാലും പോയി. ഒരു മനുഷ്യന്റെ ഒന്നുമില്ല. പൈസ എത്ര കൂടണോ അയാളെ ഒരു റുപ്പി ഉണ്ടാവില്ല. അതാണ് അതിന്റെ സിസ്റ്റം. പാവങ്ങൾ എന്ത് കൂലിപ്പണിക്കൊക്കെ പോകണം, ഓനെപ്പോഴും ചോദിച്ചാൽ 5,000 റുപ്യ 2,000 റുപ്യ കണ്ടു. കാരണം ഓന് എപ്പോഴാ കൊടുക്കാന്ന് പറയാൻ പറ്റൂല വിചാരിച്ചിട്ട് ഓൻ എടുത്ത് വെച്ചു. വേറുള്ളവർക്ക് ഫുള്ള് പൈസ ആരും ഉണ്ടാവില്ല. 1 കോടി ഇങ്ങോട്ട് ഇൻകം വന്നാൽ 2 കോടിന്റെ ബിസിനസ് അപ്പം തന്നെ തുടങ്ങും. പിന്നെ എന്നാ ഞാൻ സക്കാത്ത് കൊടുക്കാൻ. അതുകൊണ്ട് സക്കാത്തിന്റെ മസല എന്തായാലും പഠിക്കും. എല്ലാം നമ്മൾ പഠിക്കണ്ടല്ലോ. നിസ്കാരത്തിന്റെ പഠിക്കണ്ട്, നിസ്കാരത്തിന്റെ ഷർത്ത്, വുദൂന്റെ ഫർള് എല്ലാം നമ്മൾ പഠിക്കണ്ട്. സക്കാത്ത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ കുറച്ച് പൈസ കൊടുക്കണം. ചിലവരിങ്ങനെ ഒരു 100 തൊട്ട് 50 തൊട്ട് എപ്പാക്കെ ഉണ്ടോന്ന് അറിയില്ല. അള്ളാഹു ചില്ലറ കൈയൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്താൽ ചിലവര് നേരെ 5-ന് 8-നൊക്കെ കൊടുത്ത് അടുത്ത് വെക്കും. അവനാന്റെ കള്ളിക്ക് പുറത്തു പോകാതെ. പണിക്കാർക്ക് ചിലരങ്ങനെ ഉണ്ട്. പണിക്കാർക്ക് ഓനക്ക് എന്തായാലും പെരുന്നാളെ എന്താ കൊടുക്കേണ്ടി വരും, എന്നാ കിടക്കട്ടെ ഓർക്ക് കൊടുക്കുക. ചിലവർ കടം തരാണ്ട് ഓനോട് അറിയിക്കുന്ന അങ്ങനെ സക്കാത്ത് ആയിക്കോട്ടെ. എന്തോ റാത്താണ്. കിട്ടാകുറ്റൊക്കെ അല്ല പിരിച്ചോളണം. അങ്ങനുണ്ട്. അതുകൊണ്ട് സക്കാത്ത് ആർക്ക് കൊടുക്കണം? ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. സൂറത്ത് തൗബന്റെ 60-ാമത്തെ ആയത്ത്. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫഖീറന്മാർക്കും മിസ്കീന്മാർക്കും കൊടുക്കണം. ഫഖീറന്മാർക്കും എത്രത്തോളം സൂക്ഷ്മത ഉള്ള ഉലമാക്കൾ പറയുന്നുണ്ടായിരുന്ന ഇന്നമ സദഖാതു ലിൽ ഫഖീരി വൽ മിസ്കീനി എന്നല്ല പറഞ്ഞത് അല്ലാഹു. ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്നാണ്. മിസ്കീന്റെ ബഹുവചനാണ് മസാകീൻ, ഫഖീറിന്റെ ബഹുവചനാണ് ഫുഖറാ, ഗാരിമിന്റെ ബഹുവചനാണ് ഗാരിമീൻ, ആമിലിന്റെ ബഹുവചനാണ് ആമിലീന അലൈഹ. ഫഖീറിന്റെ ബഹുവചനാണ് ഫുഖറ. ഫഖീർ 1, ഫുഖറ മിനിമം എത്ര ഉണ്ടാവും? ജമ്മാണ് എത്ര വേണം പോയി? 3 ആള് വേണം. എത്ര മനസ്സിലായില്ലേ? 3 ആള്. സൂക്ഷ്മതയുള്ള പഴയ കാല ഉലമാക്കൾ പറഞ്ഞത് 3 ഫക്കീറിനെങ്കിലും ചുരുങ്ങി കൊടുക്കണം, 3 മിസ്കീനെങ്കിലും ചുരുങ്ങി കൊടുക്കണം. ഈ ആളെ എണ്ണ എന്തിനാണ്? നമ്മൾ സാധാരണ എന്റെ 5 കുടുങ്ങിയിട്ടുള്ള ഓന് പെരപ്പണിന്റെ ഏതോ ഒന്നായിട്ട് ഓന് കൊടുക്കാറ്. ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? ബൈ ദീനിൽ ബുദ്ധി കയറ്റിയാൽ നേരെ പോകാം, സിറാത്തും കൂടി കടക്കാതെ. മനസ്സിലായില്ലേ? സിറാത്ത് കിടക്കണ്ട നേരെ താഴത്തേക്ക്. ബുദ്ധി കയറ്റരുത്. അതിനാണ് വ്യക്തമായി ഖുർആൻ പറഞ്ഞു തരുന്നത്. സക്കാത്ത് ഇവർക്കാണ് കൊടുക്കേണ്ടത്.
ഈ ആളുകളെ പഴയ ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഉലമാക്കളിൽ നിന്ന് ദീൻ പഠിച്ച ആൾക്കാർ, പഴമക്കാർ, ഓരോരോ സക്കാത്ത് കൃത്യമായി എല്ലാ വിഭാഗം ആൾക്കാർക്ക് എത്തിക്കും. ഇന്ന് എല്ലാ വിഭാഗവും കിട്ടൂല. കിട്ടുന്ന വിഭാഗത്തിന് നിങ്ങൾ കൊടുക്കണ്ടേ? ഞാൻ എന്റെ അഞ്ചനെടുത്തു, ഓന്റെ ഏട്ടനെടുത്തു, മറ്റോ ഓന്റെ പങ്ങൾക്കും കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു പുതുമുസ്ലിം ഉണ്ട്, ഓൻക്ക് ഏട്ടനും ഇല്ല, അറിയായി സക്കാത്ത് കൊടുക്കുന്ന ഏട്ടനും ഇല്ല, സക്കാത്ത് കൊടുക്കുന്ന അഞ്ചനും ഇല്ല, അതുകൊണ്ട് ഓന് ഇല്ലാണ്. നമ്മളൊക്കെ നമ്മളെ കുടുംബക്കാർക്ക് കൊടുത്താൽ എങ്ങനെ ഉണ്ടാകുക? അതുകൊണ്ട് എല്ലാ വിഭാഗത്തിനും കണ്ടെത്തണം, എത്താൻ പറ്റുന്നിടത്തൊക്കെ എത്തിക്കണം. അപ്പൊ നമ്മൾ പറയും അങ്ങനെ ആകെ കുറച്ച് ദിവസമില്ല, എല്ലാവർക്കും കൂടെ കൊടുത്താൽ എന്താകുക എന്നൊക്കെ. ആ ഒന്ന് എന്നോട് നോക്കാൻ. എന്തിനാ ദീനിലില്ലാത്ത കാര്യമൊക്കെ പാടെ ആലോചിക്കുക. ഈ കൊല്ലം ഇവനൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്താൽ അടുത്ത കൊല്ലം ഓൻ സക്കാത്ത് കൊടുക്കുന്ന ആളോ? ഇവിടെ അങ്ങനെ കൊടുത്ത് നാട് മുഴുവൻ എന്തായി? ആൾക്കാർ തെറ്റിദ്ധരിക്കുക. സക്കാത്തിന്റെ രീതി കൊടുക്കണം. തോന്നിയ ആളുകൾ എന്തൊക്കെയോ ചിന്തിക്കണ പോലെ ചെയ്യാൻ പാടില്ല. ഉലമാക്കളോട് ചോദിച്ചിട്ട് പഠിക്കും. ചിലർ അരി, വെളിച്ചെണ്ണ, പഞ്ചസാര സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്നത് അവരയാളുടെ മിൽക്കിയത്ത്, അയാൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടാവണം, ചെലവഴിക്കാനുള്ള അധികാരം ഉണ്ടാവണം. സറാഫത്ത്, അതിനെ ചെലവഴിക്കാനുള്ള അധികാരം ഉണ്ടാവണം. ആർക്ക്? വാങ്ങിയൾക്ക്. ഫക്കീറിന്റെ അവകാശമാണത്, നമ്മളെ ഔദാര്യമൊന്നല്ല. ഒരു ഫക്കീറിന് സക്കാത്ത് കൊടുത്താൽ വാങ്ങിയ സത്യത്തിൽ അയാളോട് നമ്മൾ ശുക്രിയ പറയണം. ജസാക്കല്ലാ, അള്ളാഹ് നിങ്ങൾക്ക് നല്ല കൂലിയെത്താൻ. ആർക്ക്? എന്തുകൊണ്ട്? ഈ സക്കാത്ത് ഇവന്റെ ഈ അഴുക്കെങ്ങാനും വാങ്ങാൻ ആളെ കിട്ടിയില്ല, ഇപ്പൊ കുടുങ്ങിണ്ടാവും. സക്കാത്ത് സമ്പത്തിന്റെ അഴുക്കാണ്. സക്കാത്ത് പറയുമേ സമ്പത്തിന്റെ അഴുക്കാണ്. നബി തങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, എനിക്കും എന്റെ കുടുംബത്തിനും ആ സാധനം പറ്റൂല. അതുകൊണ്ട് സക്കാത്ത് വാങ്ങലല്ല യോഗ്യത. സക്കാത്ത് പറയുങ്ങള് നമ്മളെന്ന് വിചാരിക്കണ എന്തിനാണ് പറഞ്ഞാല് വാങ്ങലാണ് അതിന്റെ യോഗ്യത. ഇല്ല ഭായി, സക്കാത്ത് കൊടുക്കലാണ് യോഗ്യത. സക്കാത്ത് വാങ്ങൽ യോഗ്യത അല്ല, സക്കാത്ത് കൊടുക്കുന്ന ആളാണ്. ഈ മിനിമം സക്കാത്ത് വാങ്ങാതെക്കാണെങ്കിൽ അവസ്ഥയ്ക്ക് എത്തണം. അത് പാവങ്ങൾക്കുള്ളതാണ്. എത്രയോ ആൾക്കാരുണ്ട് സക്കാത്ത് വാങ്ങുന്ന ആൾക്കാർ. അർഹതയില്ലാതെ സക്കാത്ത് വാങ്ങിയ വലിയ നാശം ഉണ്ടാവും. അവന്റെ സമ്പത്തിനെ അത് നശിപ്പിച്ചു കളയും. അർഹതയില്ലാത്ത ആൾ സക്കാത്ത് വാങ്ങിയാൽ, കാരണം ഇതെന്റെ അവന്റെ സമ്പത്ത് കയറലോട് കൂടി അത് പാവങ്ങളുടെ സ്വത്തായി. ഇത് നമ്മളെ ഔദാര്യം എന്നല്ല. 10 ലക്ഷം റുപ്യ ഒരാളുണ്ടെങ്കിൽ 25,000 റുപ്യ അയാളുടേതല്ല ഇസ്ലാമിന്റെ കണക്കിൽ. പിന്നെ ആരതാണ്? ഫക്കീറിന്റെയും മിസ്കീന്റെയും ഗാരിമിന്റെ കടക്കാരൻ്റെത്, അതിന്റെ വഴിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, പിന്നെ പുതുമുസ്ലിമീങ്ങൾ, പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, വഴിയാത്രക്കാരൻ, ഈ പറഞ്ഞ 8 വിഭാഗം ആൾക്കാരുടേതാണ് ഈ 25,000 റുപ്യ. ഇവനത് കൊടുക്കാതെ അവന്റെ കൂട്ടത്തിൽ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? പഴയ കാലത്തൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് പണിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പണിക്കും എന്നിട്ട് ഒരു 200 റുപ്യൊക്കെ കിട്ടിയാല് ഓൽക്കൊരു സേട്ടും ഒരു ആചാരം ഉണ്ടാവും. എന്തായാലും ഒരു സാധനമൊക്കെ വാങ്ങാൻ ഓൽക്ക് ഇതൊക്കെ ആക്കിയിരുന്നത് ആ ആചാരമല്ല ഈ പൈസ കൊടുക്കല്. ഓൽക്ക് അത്യാവശ്യമുള്ള ചെലവ് മാത്രം എടുക്കും, ബാക്കി ആചാരമുള്ളൂ. നാട്ടു പോകുമ്പോൾ തന്നാൽ മതിയായി. ചില ഇന്ത്യക്കാരുണ്ടാവും അങ്ങനെ. ഇപ്പൊന്നും ഇന്ത്യക്കാർ കൊടുക്കല്ല, അപ്പ അയക്കല. കാരണം ഇവിടെ ആകെ എന്തായാലും അമ്മിനും അമാനത്തൊക്കെ നഷ്ടപ്പെട്ടിന്, കിട്ടൂല, കൂലിയെല്ലാം കിട്ടില്ല, അതിന്റെ പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അന്ന് ആചാരം ഇങ്ങനെ കൊടുത്തപ്പം ഒരു വലിയ സംഖ്യ ഉണ്ട്, എല്ലാ പണിക്കാരെ പൈസയും. അങ്ങനെ ഒരു 2 ലക്ഷം റുപ്യ ഉണ്ട്. അയാളെ മോളെ കല്യാണം വന്നൊക്കെ ചെലവാക്കിയ. പിന്നെ ഈ പണിക്കാര് വന്ന് ചോദിക്കാൻ നാട്ടു പോകാനാവുമ്പോ ആചാര്യ ഞാൻ 5,000 റുപ്യ നീങ്ങല്ലോ, 5,000 ഒന്നും ഇവിടെ ഇല്ലാലും അങ്ങനെ പറഞ്ഞ അയാളെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മൾ പറയും നാട്ടിലെ ഏറ്റവും വലിയ തമ്മടി അയാളാണ്. സംഗതി അയാൾ ആചാര നിസ്കാരക്കാരനൊക്കെ ആണ്. എത്ര വലിയ തമ്മടിയാൽ ആ പാവങ്ങളെ പൈസ അപഹരിച്ചവൻ പറയില്ലേ. നാട്ടിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാവും. എന്തിന്? വാങ്ങിക്കൊടുക്കാൻ. ഓലെ പേരന്റെ മുന്നിൽ ധർണ നടത്തുക, പരിപാടിയൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട്? ഈ ആചാര്യ ഈ പണിക്കാരെ പൈസ ഒന്നും കൊടുത്തില്ല. സാറുമാരെ അതേപോലെ തന്നെ 10 ലക്ഷം റുപ്യ ഉണ്ടായിട്ട് 25,000 കൊടുക്കാത്തവന്റെ പേരന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കാത്തവൻ തന്നെ. അതുകൊണ്ട് സക്കാത്ത് പരസ്യം കൊടുക്കണം എന്ന് വരെ ഉലമാക്കൾ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അബൂബക്കർ റളിയല്ലാഹു എത്ര നല്ല ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി പെട്ടെന്ന് വാളെടുക്കൽ വെട്ടുന്ന ആളൊന്നല്ല ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു സോച്ച് സമജ്കർ ഭയങ്കര ഫുൾ അവസ്ഥയിലാ പറയില്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ലഉഖാതിലന്ന
വല്ലാഹി ലൗ ഖാതിലൻ, അല്ലാഹുവാണ് സത്യം, ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ആരോട്? മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ, നിസ്കാരത്തിന് സക്കാത്തിന്റെ ഇടയിൽ പിരിച്ച ആൾക്കാരോട്. എന്നുവെച്ചാൽ നിസ്കാരമൊക്കെ കറക്റ്റ്, സക്കാത്ത് കൊടുക്കാത്ത. ഫഇന്ന സക്കാത്ത ഹഖുൽ മാൽ, സക്കാത്ത് എന്നുള്ളത് സമ്പത്തിന്റെ ഹക്കാണത്. വല്ലാഹി ലൗ മനഊനി ഉഖാലൻ കാനൂ യഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒട്ടകത്തിനെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഒരു കയറും കൂടി ഉണ്ടാവും. ഒട്ടകത്തിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന് പിടിച്ചുകൊണ്ടുള്ള ഒരു കയറുണ്ടാവില്ലേ? ഇപ്പൊ പഞ്ചസാര കൊടുക്കുകയാണെങ്കിൽ അതിനൊരു സഞ്ചി ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി അവര് കയറ്, ആ കയറ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ കൊടുത്തിരുന്നു. കയറോട് കൂടിയാണ് ഒട്ടകത്തെ കൊടുത്തില്ലെങ്കിൽ, എന്റെ ഭരണത്തിൽ ഈ ഖിലാഫത്തിൽ ഒരാൾ കയറ് തരൂല എന്ന് പറഞ്ഞാൽ, സക്കാത്തിന്റെ വകയുള്ള കയറാണെങ്കിൽ കയറ് തരൂല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യുക. ഒട്ടകത്തിന് വേണ്ടിയല്ലേ യുദ്ധം ചെയ്യണേ? പിന്നെ എന്നുവെച്ചാൽ സക്കാത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ ഹക്കാണത്, നമ്മളതുമല്ല, പാവപ്പെട്ടവന്റെ ഹക്കാണ്. അതുകൊണ്ട് കൊടുത്തു തീർക്കണം, ഇല്ലെങ്കിൽ നമ്മളെ സമ്പത്തിനെ അത് നശിപ്പിക്കും. കടക്കാരൻ, പച്ചക്കറി കടക്കാരൻ രാവിലെ വന്നാല് തക്കാളിന്റെ അവിടെ പോകും. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകിൽ അവിടെ ബക്കറ്റ് ഉണ്ടാവും, ഏതെങ്കിലും പശുവുള്ള ആള് ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും, അതിൽക്ക് ഇങ്ങനെ എടുത്തിടും. ഇല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ അവിടെ കാലിയാണെങ്കിൽ അങ്ങനെ എടുത്ത് എറിയുണ്ടാവും. എന്താ എറിയണത്? തക്കാളി എറിയുന്നത്. 50 ഉറുപ്പ്യ വിലയുള്ള, അല്ലെങ്കിൽ 40 ഉറുപ്പ്യ വിലയുള്ള, അല്ലെങ്കിൽ 30 ഉറുപ്പ്യ വിലയുള്ള തക്കാളി എടുത്ത് എറിയാറ്. ആരെങ്കിലും പറയും ഇവൻ പിരാന്താണ്? ഇല്ല. എന്ത് തക്കാളി ആയാലും എറിയണേ പറയൂ, ആ ചീഞ്ഞ തക്കാളിയാണ്. അത് എറിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റോടും ചെയ്യും. ഇതന്നെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമ്പത്ത് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമ്പത്തിനെ അതെന്താക്കും? നശിപ്പിച്ചു കളയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ കസബ തയ്യിബൻ ഖബ്ബസഹു മൻഉ സക്കാ. ഒരാള് ഹലാലായ നിലയിലാണ് സമ്പാദിച്ചത്, ഒരാളെ പറ്റിക്കാതെ അധ്വാനിച്ച് സമ്പാദിച്ചു, അങ്ങനെ അയാൾ സമ്പാദ്യം ഉണ്ടായി. പക്ഷെ അയാൾ ഖബ്ബസഹു മൻഉ സക്കാ, സക്കാത്ത് തടയൽ കാരണമായി, സക്കാത്ത് കൊടുക്കാതിരിക്കൽ കാരണമായി ആ സമ്പത്ത് കേടുന്നു, ഖബീസായി. നിങ്ങൾക്ക് മനസ്സിലായോ? സമ്പാദിച്ചൊക്കെ എന്തെങ്ങനെയാണ്? ഫുള്ള് 1 ഉറുപ്പ്യ വേറെ ബാധ്യത ഇല്ലാതെ ഹലാലായ സമ്പാദ്യാണ്. പക്ഷേ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ആ സമ്പത്ത് കേടുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒമൻ കസബ ഖബീസൻ ലൻ തുതയ്യിബുഹു സക്കാ. ഒരാൾ സമ്പാദിച്ചത് മോശമായിട്ടാണ്, മോശമായി സമ്പാദിച്ചു, എന്നിട്ട് അയാൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സമ്പത്ത് ശുദ്ധിയാവുന്ന ആവൂല. നിങ്ങൾക്ക് മനസ്സിലായോ? അറബീനെ എത്തിക്കാനെ ചേർത്ത് ഇവിടെ ഫുള്ള് സക്കാത്തോട് സക്കാത്ത്, എല്ലാവർക്കും കണ്ടമാനം കൊടുക്കുക. കാരണം കുറെ കൊണ്ടുവന്നു, 1 കോടി ഉണ്ടെന്ന് ഇവിടെ ഒരാൾക്ക് 10 ലക്ഷം ഞാൻ സക്കാത്തായിട്ട് കൊടുത്താലും ബാക്കി 90 എന്താവും? 90 എന്താവൂല? തയ്യിബ് ആവൂല, പരിശുദ്ധ ആവൂല. സക്കാത്ത് കൊടുത്തു വിചാരിച്ചിട്ട് മോശമായ നിലയിൽ സമ്പാദിച്ചാൽ അത് തയ്യിബ് ആവൂല, അത് പരിശുദ്ധമാവൂല. പരിശുദ്ധമായ നിലയിൽ സമ്പാദിച്ചു, സക്കാത്ത് കൊടുക്കാതിരുന്നാൽ പറയും എന്താ പറയുന്നത്? അത് കേടുവരും. ഇത് നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കണേ. വെറുതെ നായി വായനമായി രാവിലെ വൈകുന്നേരം പാഞ്ഞ് ഓഫീസ്, ചോറുമില്ല, ഒന്നുമില്ല, സക്കാത്ത് കൊടുക്കാൻ നിങ്ങളോട് ആവൂല, നിങ്ങൾ ആ പണിക്ക് പോകണ്ട. ഉറപ്പ് നശിക്കും. ഇവിടെ നശിച്ചാരെ കണക്കെടുത്തിട്ട് ബാഗിൽ കൂടി വയ്ക്കാൻ മതി. നമ്മൾ പറയും അത് വേറെ ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ്, അങ്ങനെ വന്നോണ്ടാണ്, ഇങ്ങനെ വന്ന ഒന്നുമല്ല. അള്ളാന്റെ കൽപ്പന പൂർത്തിയായിട്ടില്ല. സമ്പത്തിൽ അള്ളാന്റെ കൽപ്പന. അതുകൊണ്ട് ഞാൻ കൊടുക്കാനില്ല, അത് സ്വന്തം 10 കൊടുക്കണ്ട. ഞാൻ എല്ലാ വർഷവും ബോധപൂർവം പറയലുണ്ട്. കാരണം ഖിയാമത്ത് നാളിൽ എത്തിയാല് നമ്മൾ അയാളെ മുന്നിൽ പോയിരുന്നു കഴിഞ്ഞാൽ അയാൾക്കൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് വ്യക്തമായി, എത്ര ചെറിയ പൈസ ഇട്ടുള്ളവനാണെങ്കിലും ശരി, ഓനൊരു ആലിമിന്റെ മുന്നിൽ പോയിക്കോട്ടെ, എന്നിട്ട് പറയും ഞാൻ എനിക്ക് 12,000 ഉറുപ്പിക ഇട്ടല്ലേ, എന്റെ ശമ്പളം അതാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെലവാക്കല്, എനിക്ക് സക്കാത്തുണ്ടോ? 8,000 ഉറുപ്പിക ഇട്ടണോ? ഓന് പോയി ചോദിച്ചോട്ടെ. നമ്മൾ ആരോട് ചോദിക്കൂല, നമ്മളെന്നെ സ്വന്തം പറയും എന്റെ ഒന്നുമില്ല, ഞാൻ കടക്കാരനാണ്. ഇവിടെ ആരെ കടമില്ലാത്ത? വലിയ പൈസക്കാരെ കൂടുന്ന വലിയ കടം
നമുക്ക് 1000, 2000, 10,000, 1 ലക്ഷം കേൾക്കും. വലിയ പൈസക്കാരനാവുമ്പോ എന്താവും? കോടികൾ കടയും. നമ്മളെന്നെ ഫുള്ളൊക്കെ തീരുമാനിക്കൽ നമ്മളെന്നെ. അതുകൊണ്ട് സക്കാത്തിന്റെ മസല പഠിക്കുന്നു ഉലമാക്കളുടെ അടുക്കൽ പോയിട്ട് വ്യക്തമായിട്ട്. ഭൂമിക്ക് സക്കാത്തുണ്ടോ ഉലമാക്കളുടെ അടുത്ത് പോയിട്ട് സാധാ സീതാ ഉലമാക്കളുണ്ട്, പാവങ്ങൾ. ഒരു കിതാബ് അതിന്റെ ഈ ഭാഗത്ത് മാത്രമേ. ഈ ജനങ്ങളെ വക്രതയും വളഞ്ഞ പോളൊന്നും ആർക്കറിയില്ല, ആ ഉലമാക്കൊക്കെ അറിയില്ല. ഒരു പാവങ്ങളാണ്. ഒരു സത്യസന്ധമായി ഭൂമിക്ക് സക്കാത്തുണ്ടോ? കിതാബിലുണ്ടാവും ഭൂമിക്ക് സക്കാത്തില്ല. ഈ കാക്കു ചോദിച്ചത് വേറെയാണ്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട്. അതിന് സക്കാത്തുണ്ടോന്നാ ഇവൻ ചോദിക്കണേ. സക്കാത്തില്ല പറഞ്ഞ കഴിച്ചില്ലേ? ഇല്ല ഭായി, ആ ഭൂമിക്കല്ല സക്കാത്തില്ല എന്ന് പറഞ്ഞത്. കച്ചവടത്തിന് വാങ്ങിയിട്ട ഭൂമി കച്ചവടച്ചരക്കാണ്. കച്ചവടച്ചരക്കിന് എന്തുണ്ട്? ബിൽഡിങ് വാങ്ങിയ ഒരാൾ വിൽക്കാൻ വേണ്ടിട്ട് 5 കോടി രൂപക്ക്. അതിന് സക്കാത്തുണ്ടോ ചോദിച്ചാല് അതിനൊരു സംഖ്യ സക്കാത്തുണ്ടോ? എത്ര ഉണ്ടാവും? 1 കോടിക്ക് എത്ര ഉണ്ടാവും? 2.5 ലക്ഷം രൂപ ഉണ്ടാവും. അങ്ങനല്ലേ? 2.5 ലക്ഷം. 5 കോടി നമ്മളോ 12.5 ലക്ഷം സക്കാത്തുള്ളൂ. ഓനെ വാങ്ങിയാൽ പെട്ട് കിടക്കേക്കും, 1 റുപ്യം കിട്ടാതെ. ഓനോടാ പറഞ്ഞ എല്ലാ കൊല്ലം എത്ര കൊടുക്കണം പറയും. അപ്പൊ ഇമാമിനും അയവരാണ്, നാട്ടുകാർക്കും അയവരാണ്. അങ്ങനൊന്നും ഇപ്പൊ അള്ളാഹു പറഞ്ഞാക്കല. ഇല്ല ഭായി, 5 കോടിന്റെ ആസ്തി അള്ളാഹു എനിക്ക് തന്നേണ്, അതിന് കൊടുത്താൽ മതി. വിൽക്കാനുള്ള കെട്ടിടാണെങ്കിൽ എല്ലാവർക്കും അത് മതിയല്ലോ. കുറച്ച് പറമ്പാങ്ങില്ല, അത് വിറ്റുപോയില്ല. നിങ്ങൾ വിൽക്കാൻ വാങ്ങിയതാണെങ്കിൽ സക്കാത്ത്. അത് കച്ചവട ചരക്കാണ്. അല്ല തോട്ടം ഉണ്ടാക്കാനാണ്, തെങ്ങ് വെക്കാനാണ്, വീടുണ്ടാക്കാനാണ്, അത് വേറെ മനസ്സില. ഇതാ ഞാൻ പറഞ്ഞത്. ഓരോ കാര്യം നിങ്ങൾക്ക് എടുത്തു പറയാൻ തരാനൊന്നും കഴിയില്ല. ഞാൻ ഉദാഹരണം 1, 2, 3 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് മാത്രം. അതുകൊണ്ട് വ്യക്തമായി ഉലമാക്കളെ സമീപിച്ച് സക്കാത്തിന്റെ മസല പഠിക്കണം. ഞാൻ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനോട് ചോദിക്കും, ഓർക്ക് തന്നെ ഇസ്ലാമിന്റെ നിയമം അറിയില്ല. എനിക്ക് ആകെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഫത്വ കൊടുക്കരുത്. അങ്ങനെ ആയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. എന്താ ഇസ്ലാമിന്റെ വലിയ സംഭവം? ഞാൻ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യലെന്നല്ലല്ലോ. ഇസ്ലാമിന്റെ നിയമമല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കച്ചവടക്കാരാണ് ഇതൊക്കെ ഏകദേശം കൊളാക്കുന്ന ആൾക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓന്റെ ഉള്ളിനുള്ളിൽ ഒരു ചെറിയ അടക്കാരൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഓനൊരു ഫത്വ ഉണ്ടാക്കിയിട്ട് ഓൻ പറയും ഞാൻ അങ്ങനെ ചെയ്യല്ലോ. കാരണം ഇത് വേറെ ആരും ബലങ്ങത്ത് ചെയ്തിട്ട് ഞാനും കൂടി എന്താണ്ട കൂടുന്നത്. ഇല്ലല്ല, ഹക്കായി ഉലമാക്കളെ സമീപിക്കും. ഒരു ദിവസം എടുത്തിട്ടാണെങ്കിൽ ഒരു ദിവസം എടുത്തിട്ട് പോയി അവരെടുക്കൽ. ഒക്കെപാടെ തിരക്കുടിച്ച് റമദാനൊന്നും ഉലമാക്കളെടുക്കൽ പോയാൽ സമയം കിട്ടൂല. റമദാൻ കഴിയട്ടെ, ശരിക്ക് വ്യക്തമായിട്ട് കണക്കൊക്കെ ബോധിപ്പിച്ചിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്ന് പറയട്ടെ. ആമിലീന അലൈഹ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിഭാഗം ആമിലിങ്ങൾ ഉണ്ടായിരുന്നു. സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ട് ഇത് എത്ര ഒട്ടകങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ട് ഇത്ര ഒട്ടകം. 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരാടിനെ കൊടുക്കണം. 40 പശു ഉണ്ടെങ്കിൽ ഇത്ര കൊടുക്കണം. കണക്കുണ്ട്, ചാർട്ടൊക്കെ ഉണ്ട്. അപ്പം അത് നോക്കിയിട്ട് അന്നത്തെ കാലത്തുള്ള സമ്പാദ്യം അതായിരുന്നു. ഒട്ടകവും പശുവും ആടുമായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫുള്ള് കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര വയസ്സുള്ള ഒട്ടകം നിർബന്ധമാണ്, ഇത്ര വയസ്സുള്ള ആട് നിർബന്ധമാണ്, ഇത്ര ആട് നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറയുന്നു. അവർ ആ സമ്പത്ത് വാങ്ങിയിട്ട് ബൈത്തുൽമാലിൽ കൊണ്ടുപോയി. ഇന്ന് സ്വന്തം ബൈത്തുൽമാലിന്റെ കുറെ ടീമാവുണ്ട്. സക്കാത്ത് പിരിക്കാൻ ആരാ ചങ്ങായിമാരെ നമുക്ക് അവകാശം തന്നെ? ഓല് സക്കാത്ത് പിരിക്കണ്ടായിരുന്നു. സക്കാത്ത് പിരിക്കാൻ ആരാ നമുക്ക് അവകാശം തന്നെ? ഞാൻ പറയണേ, ഞാൻ സക്കാത്ത് പിരിക്കാണ്. എല്ലാവരും സക്കാത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. നിങ്ങളെ സക്കാത്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. വേറെ ചങ്ങായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, ആടും കൊണ്ടുപോയി കൊടുത്തു. ഞാൻ ആരാണ്? ഞാൻ ഈ സക്കാത്തിന്റെ തുക എന്തിന് ചെലവാക്കി? ഒരു സക്കാത്തിന്റെ ഫണ്ട് ശേഖരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അവരുടെ കണക്ക് അവതരണത്തിന്റെ ഒരു പേപ്പറിംഗ് ഒരാൾ കൊണ്ടുവന്നു. ഞാൻ വെറുതെ അതിനെ പറ്റി പഠിക്കാൻ വേണ്ടിട്ട് നോക്കിയതാണ്. അപ്പൊ അതിലുണ്ട് കഴിഞ്ഞ വർഷത്തെ സക്കാത്തിന്റെ ബാക്കി ബാലൻസ്. ഇവിടെ കേരളത്തിൽ ഒരാളും സക്കാത്ത് വാങ്ങാൻ അല്ലെങ്കിൽ ആ ജില്ലയിൽ ആ നാട്ടിൽ അവകാശം ഇല്ലാത്തതിന്റെ പേരിൽ ഓലയിൽ എന്തായതാണ്? ഇത് ആരാ കൈകാര്യം ചെയ്യുന്നത്? എന്താ കൈകാര്യം ചെയ്യുന്നത്? ആർക്കില്ല. നമ്മളറിയാം ആ ചൊറക്കട്ടോ ഇത് പക്കീറിന്റെ മിസ്കിനൊന്ന് കണ്ടെത്താൻ നമ്മളോടാവൂല. അതുകൊണ്ട് എവിടെയും കൊണ്ടുപോയിട്ട് കൊടുത്ത ഓല എന്തെങ്കിലും ആയിക്കോട്ടെ. ഓല് ഭയങ്കര ഓലും അള്ളാഹ് പോയിട്ട് ഏത് ദുനിയാവിന്റെ കാര്യത്തിൽ ആരെ കാര്യം കൊടുക്കൽ അങ്ങനെ ഓനും അള്ളാഹ് പോയിട്ട് ആയിക്കോട്ടെ. അവിടെ അവന്റെ ആധാരം നോക്കും.
അവന്റെ വാപ്പക്ക് എത്ര വരുമാനം ഉണ്ട് നോക്കൂ, ആക്ക് നോക്കൂ. സക്കാത്ത് ആവുമ്പോ എവിടെങ്കിലും കൊടുത്തു പോവാ, എവിടെങ്കിലും കൊടുത്താലും സക്കാത്ത് പൂർത്തിയാവില്ല. സക്കാത്ത് അർഹർക്ക് എത്തിക്കണം. സക്കാത്ത് അർഹർക്ക് എത്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, മിൽക്കിയത്ത് ഉണ്ടാവണം, അത് ചെലവഴിക്കാനുള്ള അവകാശം ഉണ്ടാവണം. ഒരാൾക്ക് സക്കാത്ത് കൊടുക്കണം. അയാൾ ഒരു കൂലിപ്പണിക്കാരനാണ്. അയാൾ എന്തിനു പണിക്കാരനാണ്? ഒരു കൂലിപ്പണിക്കാരനാണ്. ചെറിയ പൈസ ഇട്ട് അയാൾക്ക് ഒരു 5-10 കുട്ടികളുണ്ട്, വിധവയായ 2 സഹോദരിമാരുണ്ട്. അങ്ങനത്തെ ഒരു പാവപ്പെട്ട കുടുംബമാണ്. അയാൾ ഒരു 1000 ഉറുപ്പിക ഒന്ന് അധ്വാനിച്ചാൽ ആ കുടുംബത്തിൽ ഒന്നും എത്തൂല. അപ്പൊ അയാൾക്ക് തേപ്പിന്റെ പണിയാന്ന് വിചാരിച്ചു തുടങ്ങി. അങ്ങനെ എന്റെ വീട് തേക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങള് തേപ്പിന്റെ കൂലി 1000 ഉറുപ്പിയാണ്, പക്ഷെ ഞങ്ങളോട് ഒരു 300 ഉറുപ്പിയെ വാങ്ങുള്ളൂ, ബാക്കി നിങ്ങൾ ഒന്നായിട്ട് എനിക്ക് പിന്നെ തന്നാൽ മതിയാണ്. പണി കഴിഞ്ഞ് പോകുമ്പോൾ തന്നാൽ എന്റെ കയ്യിലൊക്കെ പോകും, എനിക്ക് 1-2-3 ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ഡെയിലി 300 കൊടുക്കും, ബാക്കി 700 അവിടെ എഴുതി വെക്കും. 10 ദിവസമായാലും എത്രയായി? 7000 ഉറുപ്പിയ ഇന്ത്യയിൽ ആ തേപ്പുകാരൻ്റെ. അതിൻ്റെ ഇടയിൽ സക്കാത്തിന്റെ സമയമായി. അല്ലെങ്കിൽ ഞാൻ അയാൾ ഒരു ദിവസം വരാതായപ്പോ അയാളെ വീട്ടിൽ പോയി. എന്തിന്? അയാളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ ഇന്നത്തെ പണിക്കാരെ തേടി പോണം. എന്തിന്? പണിയെടുക്കാൻ. അവന്റെ അത്ര അക്രമി വേറെ ആരും ഇല്ല കേട്ടോ. എല്ലാവരും പണക്കാരെ മാത്രമേ തെറിയറിയുള്ളൂ. ശരിക്കും ഇന്ന് തെറിയറിയേണ്ടത് ആരാണ്? കൂലിപ്പണിക്കാരാണ്. അവരെത്ര വലിയ അക്രമികളാണ്. ആ വീട്ടുകാരൻ പാവം ലീവ് എടുത്ത് കേൾക്കും, നാളെ വരേണ്ടി വരും. ഞാൻ സന്ദർഭത്തിന്റെ ഇടയിൽ പറഞ്ഞതാണ്, അത് പറയാൻ വിട്ടുപോകാൻ പാടില്ല. ഏറ്റവും വലിയ തെമ്മാടികൾ തോന്നിയാച്ചുകളാണ് എല്ലാരും. ഞാൻ പറയില്ല, കാരണം അയാൾ ജോലിക്ക് പോകേണ്ട അയാൾ കാത്തിക്കാണ്, ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാറ്, മറ്റോ ലീവാണ്, അതുകൊണ്ട് ഞാനും ലീവാണ്. ആ സാധുവിന്റെ അന്നത്തെ പോയി. ഇങ്ങനെ ഒരു പണിയെടുത്ത് കിട്ടണമെങ്കിൽ കയ്യും കാലും പിടിക്കേണ്ട ദുരാവസ്ഥ. എങ്ങനെ ഈ സമുദായം നാടും നന്നാവുക? പണിക്കാരനോട് അതിന്റെ മുതലാളിനോട് ബാധ്യത ഉണ്ട്. എപ്രകാരം മുതലാളിക്ക് പണിക്കാരനോട് ബാധ്യത ഉള്ളതുപോലെ അങ്ങോട്ടും ബാധ്യത ഉണ്ട്. പണിക്കാരന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ നബി തങ്ങൾ തങ്ങൾ തന്നെ അമാനത്ദാരും വിശ്വസ്തതയുണ്ടാണ് ആർക്ക്? പണിക്കാരന്. അവിടെ തോന്നുന്ന അബദ്ധക്കലിയും ഇല്ല. ആദ്യം മുൻകൂട്ടി അയാളോട് പറയണം, നാളെ എനിക്ക് വരാൻ പറ്റൂല, ഞാൻ അങ്ങനെ ഒരു വിഷയമുണ്ട്. രാവിലെ എണീച്ച് ഓനക്ക് പോകണ്ടെന്ന് തോന്നിയാ ഓൻ പോയില്ല. അയാളോടൊരു ബാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് രാവിലെ അവന്റെ പെരെ പോയിട്ട് അവനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവന്റെ പുര തേച്ചിട്ടില്ല. ആരവായി? ആ തേപ്പുകാരന്റെ പെര തേച്ചിട്ടില്ല. അപ്പൊ ഞാൻ അയാൾക്ക് എത്ര കൊടുക്കാണ്ട്? 10 ദിവസത്തിന്റെ. ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞാല് ഒരു ടിപ്പറിൽ എംസാൻഡ് അടിച്ചു കൊടുത്തു. ഒരു 10 ജാതി സിമെന്റും അവന്റെ പെരയിൽ ഇറക്കി കൊടുത്തു. ഓനക്ക് ഇത് ആരാ ഇറക്കി എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോ ഞാനാണ്. ഓൻ വിചാരിച്ചു മാഷാ അയാളെ പെര തേച്ചു കൊടുത്തതിന്റെ പേരിൽ എന്താണ്, അയാൾ എന്റെ പെര കണ്ടപ്പം തേക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് എംസാൻഡും ഒരു 10 ജാതി സിമെന്റൊക്കെ ഇറക്കി തന്നാണ്, നല്ല മഹാനാണെന്ന്. പിന്നെ അയാൾ എന്താ പൈസന്റെ ആവശ്യം പറഞ്ഞു, അല്ലടോ അതിന് 7 ഉറുപ്പിക്ക് ഞാൻ എനിക്ക് എംസാൻഡും സിമെന്റൊക്കെ ഇറക്കി തന്നില്ലേ ചോദിച്ചു. എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ പറയും. ഓനക്ക് കൊടുക്കാനുള്ള കൂലിയാണത്. അത് എംസാൻഡും സിമെന്റ് എന്റെ ഇല്ല, ഞാൻ സിമെന്റ് കച്ചവടക്കാരനെ കൊണ്ടാണെന്ന് വിചാരിച്ചോളി. ഇല്ല ഭായി, അവന്റെ പൈസയിൽ അവന് മിൽക്കിയത്ത് ഉണ്ടാവണം, അവന് ചെലവഴിക്കാനുള്ള അവകാശം ഉണ്ടാവണം. അപ്പോഴേ അവന്റെ പൈസ ആവുള്ളൂ. അല്ല ഞാൻ സിമെന്റ് കമ്പനി അവൻ പറയാണ്, എനിക്കിപ്പോ തേക്കല്ല വേണ്ടി, ഇതെന്നോ തേക്കണ്ടാണ്, എനിക്ക് തേപ്പറിയാത്ത പ്രശ്നമൊന്നുമല്ലല്ലോ, എനിക്ക് എന്റെ അമ്മനെ ആശുപത്രി കൊണ്ടുപോകണ്ട, അതിന് പൈസ ആവശ്യമുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ പൈസ വെക്കാൻ വേണ്ടി പറഞ്ഞത് പറഞ്ഞാൽ. ഇതേപോലെയാണ് ഞാൻ നിങ്ങളൊക്കെ അരിയും പഞ്ചസാരയും കൊണ്ടുപോയി കൊടുക്കണേ. അരി പഞ്ചസാരക്ക് ആ വീട്ടിലുണ്ടോ? അവരെ അർഹതപ്പെട്ട പൈസയാണ്. അത് അരി വാങ്ങണോ, ഓട്ടോറിക്ഷ വാങ്ങണോ, അല്ലെങ്കിൽ തോണി വാങ്ങണോ എന്നൊക്കെ ആര് തീരുമാനിക്കട്ടെ? അയാൾ തീരുമാനിക്കട്ടെ. അയാൾക്ക് ചെലവഴിക്കാൻ അവകാശമുണ്ട്. ഇത് എന്റെ ഔദാര്യമാകുമ്പോഴാണ് എനിക്ക് സോപ്പ് കൊടുക്കണോ, ഇജ്ജ് പേസ്റ്റ് കൊടുക്കണോ, ഇജ്ജ് പഞ്ചസാര കൊടുക്കണോ തീരുമാനിക്കാൻ എന്റെ ഗിഫ്റ്റ്. അവന്റെ അവകാശം കൊടുക്കേണ്ടത് അത് അവന്റെ കയ്യിലാണ്. അവന് അത് ചെലവഴിക്കാനുള്ള അവകാശം അവനുണ്ട്. അതുകൊണ്ട് ഞമ്മക്ക് തോന്നിയതൊക്കെ ചെയ്യലല്ല ഇസ്ലാം തന്നെ. ആൾക്കാരുടെ റമദാന് കുറെ കിറ്റട് കൊടുക്കാം, കുറെ നെയ്ച്ചോറും കുറച്ച് നെയ്ച്ചോറിന്റെ അരിയും കുറച്ച് നെയ്യും ഒക്കെ പാടെ കൊടുത്ത് സക്കാത്ത്. കുറെ ആൾക്കാർ തുണിപ്പാൻ വാങ്ങി കൊടുക്കല്. എന്താ ചങ്ങന്മാര്? അയാൾ അവകാശമാണ് അത് പൈസ. നിങ്ങൾ സക്കാത്ത് വിടണമെങ്കിൽ അയാൾക്ക് ചെലവഴിക്കാനുള്ള വിനിയോഗിക്കാനുള്ള അവകാശം വരെ കൊടുക്കണം. അപ്പോഴേ അത് അയാൾതാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സിമെന്റും മണ്ണിലും ഇറക്കി കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടോ? അതുകൊണ്ട് സക്കാത്ത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം.
ഇസ്ലാമിക ഭരണകൂടത്തിന് അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അവരെ മുഴുവൻ കാര്യം നടത്തേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആശുപത്രി, ജില്ലാ മെഡിക്കൽ കോളേജ് ഉണ്ടാവും, പിന്നെ എന്താണ് പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടാവും. അവിടെയൊക്കെ മരുന്നും ഡോക്ടർക്കൊക്കെ ശമ്പളം കൊടുക്കൽ ആരാണ്? അത് ഗവൺമെന്റ് ആണ്. എന്ന പോലെ ഇസ്ലാമിക ഖിലാഫത്തിൽ സക്കാത്ത് ഒരു ഭാഗത്തൂടെ ഇങ്ങനെ വാങ്ങുണ്ടാവും, ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നുണ്ടാവും. ആവശ്യങ്ങൾ എഴുതി കൊടുക്കാനും ഇതൊക്കെ കൊടുക്കാൻ ആർക്ക് അവകാശമുണ്ട്? പ്രജകൾക്ക് അവകാശമുണ്ട്. നമ്മൾ സക്കാത്ത് കൊടുത്തു, നാളെ മറ്റന്നാളെ വരാണ് എനിക്ക് വേറൊരു ആവശ്യമുണ്ട് കാരണം പറയുമ്പോൾ നമ്മൾ അതിന്റെ ആൾക്കാരൊന്നും എല്ലാം അറിയും. നമ്മള് റമദാനിനെ കുറച്ച് അരിയും കുറച്ച് സാധനമൊക്കെ തരാം, ഒരു ആടിനെ തരാം, ഒരു മെഷീൻ തരാം എന്നൊക്കെ പറയും. അതൊക്കെ അപ്പൊ കഴിഞ്ഞ് കാലം വേറെ ആവശ്യം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് സക്കാത്ത് അതിന്റെ അർഹതപ്പെട്ട ആളെ എത്തിക്കൽ അത് ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സൂറത്ത് തൗബന്റെ 60-ാമത്തെ ആയത്തിൽ സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരെ വ്യക്തമായിട്ട് പറയുന്നത്, അവർക്ക് കൊടുക്കണം. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ ഒരനുഭവം കാണിക്കരുത് കേട്ടോ. സമ്പത്ത് നശിക്കും, അതിൽ സംശയിക്കണ്ട. അതുകൊണ്ട് സമ്പത്ത് നശിക്കാതിരിക്കാൻ സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന ആള് ബഖീലായ മുഅ്മിനാണ്, പിശുക്കനായ മുഅ്മിനാണ്. ആര്? കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആള്. എന്നുവെച്ചാൽ 10 ലക്ഷം ഉറുപ്പ ഉണ്ട്, അതിൽ 25,000 ഉറുപ്പ കൊടുക്കുന്ന ആള് ബഖീലായ മുഅ്മിനാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഫർദ് മാത്രം വജ്ജത്ത് ഓതൂല, ബിസ്മി ഓതും. പിന്നെ അങ്ങനെ ഒരാൾ നിസ്കരിച്ച് ഉദു എടുത്ത് ആദ്യ ഒരു പ്രാവശ്യം വന്ന പാടാൻ മുഖാട് കഴുകി, കൈ ഒരു പ്രാവശ്യം കൈ, ഈ കൈ ഒരു പ്രാവശ്യം കൈ, തല അടുത്ത ഒരു പ്രാവശ്യം തടവി, കാൽമ വെള്ളം ഒഴിച്ച് പോണ അങ്ങനെ കണ്ടങ്ങൾ ആരും കൂടില്ല എന്നൊക്കെ പറയും. നിങ്ങൾ ചെവി അടഞ്ഞില്ല, നിങ്ങൾ അത് തടയില്ല എന്ന് പറയും. നിങ്ങൾ ഒരു പ്രാവശ്യമാണ് കൈയൊക്കെ എന്നൊക്കെ പറയും. ഓമര് ഭായി ഫർദ് എത്രയേ ഉള്ളൂ എന്ന് ഓരോ വരെ നമ്മളെന്താ പറയാ, നിനക്ക് ഏതാ ബഖീല് പറയില്ലേ? അതേമാതിരി തന്നെ നിർബന്ധമായത് മാത്രം കൊടുക്കുക. ഓൻ ബഖീലായ മുഅ്മിനാണ്. നമ്മളെ പറ്റി എന്താ പറയാ? മുഖന്നെ കിട്ടിയില്ല. നേരത്തെ പറഞ്ഞ പോലെ അത്തയ്യാത്ത് കിട്ടി. എന്തുകൊണ്ട്? മുതു എടുക്കാത്തോണ്ട് കാരണം. അതുകൊണ്ട് ഭായി സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്, ഇത് പിടിച്ചേക്കാനേ ഉള്ളതല്ല. ആരും സമ്പത്ത് ചെലവാക്കണോ? ഇപ്പൊ സുന്നത്ത് നിസ്കരിക്കുന്നത് ഫർളിന്റെ പോരായ്മകൾ തീർക്കാനാണ്. സുന്നത്ത് നോമ്പ് ഫർള് നോമ്പിന്റെ പോരായ്മകൾ പരിഹരിക്കാനുള്ളതാണ്. സക്കാത്തിന്റെ കുറവ് പരിഹരിക്കാൻ സദഖ, സമ്പത്ത് ചെലവഴിക്കുക, ഇൻഫാഖ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അല്ലാഹു അക്ബർ. ഓരോട് അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ്. സാമിരി എന്ന് പറഞ്ഞ ചങ്ങായി നിങ്ങൾക്കറിയാം? സാമ്യല്ല, പിന്നെ സാമിരിന്ന് അറിയാമെങ്കിൽ അറിയാമോ? സാമിരിന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയണ്ടാണല്ലോ. ആരാ? എവിടെ കേട്ടിട്ടുണ്ടാവില്ലേ? തഖൂല ലാമിസാസ് എന്ന് പറഞ്ഞ കാക്കു സാമിരി പറഞ്ഞ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പശുക്കുട്ടിനെ ഉണ്ടാക്കിയ ആ ചങ്ങായി, അവന്റെ പേരെന്താണ്? സാമ്യല്ല, പിന്നെതാ സാമിരി. അതിന്നാണോ സാമ്യ ആയത്? അള്ളാഹു അറിയില്ല. സാമിരി ഏതായാലും സാമിരിന്ന് നിങ്ങൾക്ക് അറിയല്ലേ? സാമിരി എമ്മാതിരി പണിയാ കൊടുത്ത് മൂസാ നബിക്ക്. മൂസാ നബി ടൂറിസ്റ്റിലേക്ക് പോയപ്പോൾ പശുക്കുട്ടിയൊക്കെ ഉണ്ടാക്കി. എന്താക്കി? പശുക്കുട്ടി ഭയങ്കര ജീവനൊക്കെ ഉണ്ട്, ജീവനൊക്കെ ഉണ്ട്. ആൾക്കാർ ഫുള്ള് പശുക്കുട്ടിനെ ആരാധിക്കാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. അവസാനം സാമിരിനെ പണി കൊടുക്കാനുള്ളതിലാണ് ആരുള്ളത്? മൂസാ നബി ജലാലത്തുള്ള നബിയാണ്. ഒറ്റയടിക്ക് ഒരുത്തൻ എന്താക്കിന്? കൊന്നല്ല, ഒന്ന് കൊടുത്തപ്പോ എന്തായി പോയതാണ്? കൊല്ലാൻ അടിച്ചതല്ല, പക്ഷെ അടിന്റെ തെമ്മയിച്ചാണ്. അലീമിയാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതിയത് അൽ-ലർബത്തുൽ ഖാദിയ എന്നാണ്. ഒടുക്കണ അടി, അങ്ങനത്തെ നബിയാണ്. അവൻ കൊണ്ട് സാമിരിനെ കൈകാര്യം ചെയ്യല. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഓനെ വിട്ടാകളാണ്, ഓനെ വിടാൻ വേണ്ടി പറഞ്ഞു. ആര്? ഓനെ കൈകാര്യം ചെയ്തോളാം, പണി ഞാൻ കൊടുത്തോളാം, പക്ഷെ അങ്ങനെ അടിക്കും കുത്തി കൊല്ലൊന്നും വേണ്ട. അതിന്റെ കാരണം അള്ളാഹു തആല മൂസാ നബിയോട് പറഞ്ഞ എന്താ അറിയോ? ഓൻ ഭയങ്കര ധർമ്മിഷ്ഠനാണ്. കുഫ്റിലുള്ള ചങ്ങായിനെ വിടാൻ വേണ്ടി പറഞ്ഞത് അവന്റെ ധർമ്മിഷ്ഠത കൊണ്ടാണ്. ധർമ്മിഷ്ഠത ചെറിയ കാര്യമില്ല.
അള്ളാഹുവിന്റെ വലിയ ഒരിക്കലും ഒരു കഞ്ചൂസ്, ഒരു ബഖീൽ ഒരിക്കലും അള്ളാഹുവിന്റെ വലിയാവില്ല. തീയും വെള്ളവും ഒരു പാത്രത്തിൽ ആക്കാൻ കഴിയാത്തതുപോലെ ബുഖ്ലും ഈമാനും ഒരു ഹൃദയത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ചെറിയ ഈമാന്റെ പൊരി ഉണ്ടാവും. ബുഖല് കൂടുതലാണെങ്കിൽ പിന്നെ അവൻ ബഖീലായിട്ട് ഉണ്ടാവുക. ഈമാൻ കൂടുതൽ ഉണ്ടെങ്കിലും ഓൻ ബഖീലാണെങ്കിലും അവന്റെ ഈമാൻ അവൻ എന്താക്കും, അത് കവർ ചെയ്തു. ബുഖൽ എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന സാധനമാണ്. സഹാവത്ത്, ഔദാര്യത, ധർമ്മിഷ്ഠത അത് ഉണ്ടാക്കേണ്ടതാണ്. അതെന്താണ്? അത് ഉണ്ടാകുന്നതല്ല, പിന്നെ എന്താ നിങ്ങൾ പറയാത്ത വഴി? ഉണ്ടാക്കേണ്ടതാണ്. കുടുംബത്തിൽ ഉണ്ടാക്കണം, മക്കളുടെ ഉണ്ടാക്കണം. ബഖീൽ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ, ജനങ്ങൾ നിന്നോട് എതിര് ചെയ്താൽ നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു. എന്താ പറയാ? ജനങ്ങൾ നിന്നോട് എതിര് ചെയ്താൽ എന്താ ചെയ്യാ? അള്ളാഹു തആല അവർക്ക് 3 സംഗതി കൊടുക്കും. ഒന്നെന്താണ് പറഞ്ഞാല്, കാലമല്ലാത്ത സമയത്ത് അവർക്ക് മഴ കൊടുക്കുക. സീസൺ അല്ലാത്ത സമയത്ത് മഴ കൊടുക്കുക. രണ്ടാമത്തേത് ഹമാഖത്ത് വാലു എന്ന് വെച്ചാൽ ഹംക്കുകളെ പറഞ്ഞാൽ വിഡ്ഢികളെ അവരെ അധികാരികളാക്കും. ഒരു കൗമിനോട് അള്ളാഹ് ദേഷ്യം ചെയ്യുന്ന പണിയാണ്. അൺസീസണിൽ മഴ, വിഡ്ഢികളെ അധികാരികളാക്കുക, സമ്പത്ത് ബഖീലിന്റെ കയ്യിൽ കൊടുക്കുക. മനസ്സിലായി നിങ്ങൾക്ക്? ഈ 3 കാര്യമാണ് ഞാൻ അവരോട് ചെയ്യാൻ. ഒരു കൗമിനോട് അള്ളാഹിനോട് അനുസരണക്കേട് കാണിച്ചാൽ പിന്നെ ഓൾക്ക് കൊടുക്കുന്ന പണിയാണ് എന്ത്? സീസൺ അല്ലാത്തപ്പോ മഴ, പിന്നെ അധികാരികളൊക്കെ മന്ദകളായിരിക്കും, പൊട്ടൻസ്. പിന്നെ പണക്കാരനൊക്കെ ആരായിരിക്കും? അങ്ങനല്ല, പിഷ്കന്റെ കയ്യിൽ എന്ത് കൊടുക്കും? പൈസ കൊടുക്കും. കായ് ആരേലേ ഉണ്ടാവുള്ളൂ? പിഷ്കന്മാർ. ഔദാര്യന്മാരെല്ലാം ഒരൊറ്റൊന്നിന്റെ പൈസ ഉണ്ടാവും, ഒക്കെ മറ്റവന്റെ കൈ വരും. അതുകൊണ്ട് പിഷ്കൻ എത്ര വലിയ ശാപ നിങ്ങൾ ആലോചിച്ചു. പിഷ്ക് വളരെ മോശപ്പെട്ട ഗുണമാണ്. നബി തങ്ങൾ കാവലിന് ചോദിച്ചിന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. കാവലിന് ചോദിക്കേണ്ട ഗുണമാണ് ദുർഗുണം. പിഷ്കൻ എന്തിനാ പറ്റ? ഒന്ന് നിന്യനാണ്, ഒന്ന് ബുഖലുണ്ട്, മറ്റൊന്ന് ശുഹ് ഉണ്ട്. എന്താണ് നിങ്ങൾ കേട്ടുന്നു? ശുഹ് കേട്ടുന്നു? പറയാനാണ് കുറച്ചടങ്ങാണ്. നോമ്പും നോറ്റാകും എല്ലാം പറയാൻ പറ്റും, അത്ര കടുപ്പുള്ള ശുഹ് എന്നൊക്കെ പറയണെങ്കിൽ ഖുർആനിലുണ്ടത്. ബഖീൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് ചെലവാക്കും, വേറെ ആർക്കും കൊടുക്കൂല. അയാളെ പേരാണെന്ത്? നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങളെന്താ വിചാരിച്ച്? സ്വന്തം ആവശ്യത്തിന് ഉള്ളിൽ ചെലവാക്കും. മൂപ്പര് സ്വന്തം ഐസ്ക്രീമൊക്കെ വാങ്ങി അടിക്കും, മൂപ്പര് ഫലൂദ അടിക്കും, മൂപ്പര് അങ്ങനെ. അപ്പൊ നമ്മൾ മൂപ്പര് ഫലൂദൊക്കെ അടിക്കലിന്റെ അക്കറൊക്കെ ഉണ്ടായില്ല എന്നൊക്കെ പറയും. മൂപ്പർക്ക് ചെലവാക്കും, വേറെ ഒരുത്തിനും കൊടുക്കൂല. ഓനാണ് ബഖീൽ. ഷഹീഹ് ആരാണെന്ന് പറഞ്ഞാൽ സ്വന്തത്തിനും ചെലവാക്കാം. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? കഞ്ചൂസിന്റെ മക്കി ചൂസ്. മനസ്സിലായില്ലേ? കഞ്ചൂസ് എന്ന് പറഞ്ഞാൽ ബഖീൽ, മക്കി ചൂസ് എന്ന് പറഞ്ഞാൽ ഷഹീഹ്. മക്കി ജ്യൂസിന്റെ കഥ ഒരു ദിവസം പറഞ്ഞത് നിങ്ങൾ ഓർമ്മണ്ടോ? ചായയിൽ ഈച്ച വീണാലെ എടുത്തിട്ട് കളയാം. ചായയിൽ ഈച്ച വീണാലെ മുക്കിയിട്ട് ആ ഒരു കളയലാണ് അതിന്റെ സുന്നത്തായ രീതി. ഇവനെന്താക്കിയാ ചായ വീണ മുക്കി എന്നിട്ടായി എന്നിട്ട് അതിനെ അതും കൂടി വെച്ചെടുത്തിട്ട് ഈച്ചനെ കളയാം. ഉസ്കാ നാം ഹേ മക്കി ചൂസ്. മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച. മനസ്സിലായില്ലേ? കഞ്ചൂസ്, മക്കി ചൂസ്. അല്ലാഹു മനുഷ്യൻ പിഷ്കന്മാരും. അറബികൾ, അല്ലാഹു അക്ബർ. അറബികളുടെ ഒരു ധർമ്മിഷ്ഠന്റെ പേര് പറയുന്നത് അറിയില്ല? സഹാബാക്കൾ എന്നുള്ള അർത്ഥത്തിലൊന്നല്ല ഞാൻ ചോദിച്ചേ. അറബികളിൽ ഫേമസ് ആൾ അറിയില്ല? ഹാത്തം തൈ എന്നാണ് അയാളുടെ പേര്. എന്താണ്? അറബിയും കിതാബും കാരണ ആൾക്കാരോ വലിയ ഹാത്തം തൈ ആണെന്നൊക്കെ പറയും. അത്ര ചെലവാക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു,
നിങ്ങള് ആരാ വലിയ ധർമ്മിഷ്ഠ? അയാൾ പറഞ്ഞ ഒരു ബധുവാണ് കയറുന്നത്. ആരാണ് ബധു? ബധു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അറബികളുണ്ട്, ബധുക്കൾ, അവരാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തങ്ങൾ അങ്ങനെ പറയാൻ കാരണം, ഞാൻ ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ ആത്തം തീ പറയാണ്, യാത്ര ചെയ്യുമ്പോൾ മഴ വന്നു. അപ്പൊ ഞാനൊരു ബധുവിന്റെ അടുത്ത് താമസിച്ചു. അപ്പം ബധു അല്ല, യാത്രയിൽ ഒരു ബധുവിന്റെ അടുത്തെത്തി. മഴ പെയ്തല്ല, ഒരു ബധുവിന്റെ അടുത്തെത്തി. അപ്പൊ ആ ബധു എനിക്ക് അതിന്റെ ഇതുണ്ടല്ലോ, എല്ലിന്റെ ഉള്ളിലെ ആ മജ്ജ, പായ, ആ സാധനം ഉണ്ടല്ലോ, അങ്ങനെ കൊടയിന് അറബികളൊക്കെ, അത് കൊണ്ടുവന്നു. ഞാൻ വോ എന്ന് പറഞ്ഞിട്ട് അത് തിന്നു. അപ്പോ ആ ബധു പോയി കുറെ കൊണ്ടുവന്നത്. അവസാനം ഞാൻ പുറത്ത് നോക്കുമ്പോൾ 100 ആടിനെ അറുത്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി 100 ആട്. എങ്ങനുണ്ട്? ഇയാളെ ഹത്തം തയ്യാന്ന് അയാൾക്കൊന്നും അറിയില്ല, ബധുവിന് ഇത് ഹത്തം തയ്യാന്നൊന്നും അറിയില്ല. അദ്ദേഹം പറയാണ് ഇയാൾ എത്ര വലിയ അവതാരമാണ്. അയാളെടുത്ത് 1000 ആടുണ്ടായിട്ട് 100 ആട് കൊടുത്തതല്ല, അയാൾക്ക് ആകെ എത്ര ആടേ ഉള്ളൂ? 100 ആടേ. ആ മഹസ്, ആ സാധനത്തിന് വേണ്ടിട്ട് അങ്ങനെ കൊണ്ടേ കൊടുത്തു. കാരണം ഒരു അതിഥി വാഹ്വാ പറഞ്ഞതാണ്. അപ്പൊ ഇതിനേക്കാളും വലിയ അവതാരവാൻ ആരാണ്? ബധുവാണ്. വേറൊരാള് യാത്ര ചെയ്തു പോകുമ്പോ മഴ പെയ്തു. ഒരു ബധുവിന്റെ അടുത്തെത്തി. ബധു അയാൾക്ക് വേണ്ടി ഒരു ഒട്ടകർത്തു. എന്തർത്തു? ആടല്ല, ഒട്ടകർത്തു. ശക്തമായ മഴ പെയ്യുണ്ട്. അപ്പോൾ കയറിയതാണ്. അപ്പൊ ഒട്ടകം കഴിച്ചു. 2ാമത്തെ ദിവസം മഴ പെയ്തു, അവിടെ നിന്നു. 2ാമത്തെ ദിവസം ഒട്ടകർത്തു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു അയാളോട്, ഇന്നലത്തെ ഒട്ടകത്തിന്റെ ബാക്കി ഉണ്ടാവില്ല പറയുന്നത്. ഞാന് അതിഥികൾക്ക് പയത് കൊടുക്കുന്ന ആളല്ല. 7 ദിവസം മഴ പെയ്തു, 7 ദിവസം ഒട്ടകത്തിനകത്ത്, 7 ദിവസം ഒട്ടകത്തിനകത്ത്, ബാക്കി ഒരു ഉണക്കി സൂക്ഷിക്കും. അങ്ങനെ ഇദ്ദേഹം പോവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനാണ് ഈ ആള്. ഈ യാത്രയിലാണ് ഉബൈദുല്ലാ എന്നോ അബ്ദുല്ലാ എന്നോ മറ്റും. അപ്പൊ അവര് ഭയങ്കര ഔദാര്യന്മാരാണ്. അവര് പോകുമ്പോ ഇവർക്ക് 300 ദീനാർ. ഇദ്ദേഹം എന്തോ രാവിലെ എന്തോ ആവശ്യത്തിന് പോയി, അന്ന് അവരവിടുന്ന് പോവാണ്. ഇപ്പൊ 300 ദീനാർ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു 100 ഒട്ടകമൊക്കെ വാങ്ങാനുള്ള പൈസ ഉണ്ടാവും. അത്ര പൈസ എന്ത് ചെയ്തായിരുന്നു? അവരെ വീട്ടിൽ കൊടുത്തു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ അതിഥികളിൽ നിന്ന് പ്രതിഫലം വാങ്ങാത്ത ആൾക്കാരാണ്, ഞങ്ങൾക്ക് അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്നും രക്ഷയില്ല. അപ്പൊ ഇദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ആ വാതിൽ എറിഞ്ഞിട്ട് പോരുകയാണ്. അങ്ങനെ ആ 300 ദീനാർ അവിടെ എറിഞ്ഞിട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോട്ട് ഒരു കുതിരപ്പുറത്ത് ഒരാള് ഒച്ചപ്പാടുണ്ടാക്കി വരുന്നുണ്ട്. അപ്പൊ ഈ ബധുവാണ്. അയാൾ പറഞ്ഞു, ഞാന് അതിഥികളിൽ നിന്ന് പൈസ ഞാൻ പഠിച്ചിട്ടില്ല, അതെന്റെ കുടുംബത്തിന് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കര നിർബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നിർബന്ധം. അവസാനം അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ എന്നാൽ വാങ്ങാൻ. ആ ബധു വാങ്ങില്ല. ആൾക്കാർ എത്ര വലിയ ദാനശീലരാണ്. വേറെ യാത്ര ഹാഷിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യായിരുന്നു. ഒരു സ്ഥലത്ത് ഒരു ഹൈമ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ താമസാക്കി. അപ്പൊ ആ ഹൈമകളുടെ ഉള്ള സ്ഥലങ്ങളിലാണ് താമസാക്കി. അപ്പൊ എന്റെ ഹൈമനോട് തൊട്ടടുത്തൊരു സ്ഥലത്ത് ഹൈമുണ്ട്, അവിടെ ഒരു സ്ത്രീ ഉണ്ട്. എനിക്കാണ് ശക്തമായ വിശപ്പുണ്ട്. അപ്പൊ അവരോട് സംസാരിച്ചപ്പം ഞാൻ മുസാഫിറാണ്, അതൊക്കെ കണ്ടപ്പോ അവര് ആ സ്ത്രീനോട് ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ ഭക്ഷണം കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പൊ ആ സ്ത്രീ ചൂടായി. ഞങ്ങൾ എന്താ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്തന്നു. അപ്പൊ അദ്ദേഹം ആയിക്കോട്ടെ ലഹനേതും അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവരെ ഭർത്താവ് വന്നു. ഭർത്താവ് അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അപ്പൊ അദ്ദേഹം ഒരു ആടിനെ അറുത്തിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വേവിച്ച് ഒക്കെ കൊടുത്തു. അതിൽ സ്ത്രീ ഭർത്താവിനെ ചീത്തരാൻ, നിങ്ങൾ എന്താണ് ഇവിടെ വരുന്ന ആൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ഞാൻ റൊട്ടി ഉണ്ടാക്കാൻ നിൽക്കാന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹം നടന്നു കുറെ യാത്ര ചെയ്ത് വേറെ സ്ഥലത്ത് ഹൈമകളൊക്കെ ഉള്ള സ്ഥലത്തെത്തി. അവിടെ അദ്ദേഹം താമസിച്ചു. അപ്പൊ അവിടെ താമസിച്ചപ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത് വിശന്നിട്ടുണ്ട്. അപ്പൊ അതിന് തൊട്ടടുത്തൊരു സ്ത്രീ ഉണ്ട്.
അപ്പൊ സംസാരത്തിനിടയിൽ ആ വീട്ടുകാർ പറഞ്ഞു, യാത്രക്കാരനല്ലേ, അപ്പൊ ആ സ്ത്രീ ഒരു ആടിനെ അറുത്തിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു ആ സ്ത്രീ. അപ്പൊ ആ ഒരു ഭർത്താവ് വന്ന് പിരിച്ചില്ല, ഈ വരുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുക, എന്താ ഇവിടെ ഹോട്ടലാണോ അതാണോ എന്താണോ ഒക്കെ ചോദിച്ചില്ല. അതിൽ ഇയാൾ ആകെ സങ്കടപ്പെട്ടിട്ടുണ്ട്, അയാൾ ചിരിച്ചു, അയാളിങ്ങനെ ചിരിച്ച്. അപ്പൊ ഇയാൾക്ക് ദേഷ്യമൊക്കെ അടങ്ങിയതിന് ശേഷം അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചത് ചോദിച്ചു. ചീത്തറിന ആൾക്കാർ കൂടാനല്ലേ നിങ്ങൾ എന്തിനാ? അല്ല, ഞാൻ അപ്പുറത്തൊരു സ്ഥലം ഉണ്ടായി, അവിടെ നേരെ ഉൾട്ട. ഏത്? അവിടുത്തെ ആണ് ഭയങ്കര ഔദാര്യവാനി, പെണ്ണ് ഭയങ്കര ചീത്ത. ഇവിടത്തെ സ്ത്രീ വളരെ മയുള്ളത്, ഭർത്താവ് ഭയങ്കര ചൂടായി. അപ്പൊ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ആ അത് എന്റെ സഹോദരിയാണ്. അതാരാണ്? അത് എന്റെ സഹോദരിയാണ്, ഇത് ഇവളെ സഹോദരനാണ്, ആണ്. ആഷിർ റഹ്മത്തുള്ളാഹി പറയാണ്, അത് ഞരമ്പിലൂടെ വന്ന ഔദാര്യാണ്. മനസ്സിലായണ എനിക്ക്? അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഔദാര്യം, ധർമ്മം പഠിപ്പിക്കണം. ധർമ്മം ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നശിച്ചു പോകില്ല, അയാൾക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാവും. അസ്സദഖത്തു റദ്ദുൽ, എല്ലാവർക്കും അറിയാം. എല്ലാ ഹദീസും കുറ്റിമേൽ എഴുതണം എന്നുള്ള അഭിപ്രായക്കാരൻ. കുറ്റിക്ക് വേണ്ടി ഹദീസ് മാത്രം കുറ്റിമേലാണ് എഴുതിയെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാക്കണ്ട, വിശ്വസിക്കാതെ കണ്ട. അത് കറക്റ്റാണ്. സദഖ ബലാ മുസീബത്തുകളെ രക്ഷപ്പെടുത്തും. ഹസൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹസ്സിനു അംവാലക്കും ബിസ്സക വദാഉ മർളാക്കും ബിസ്സദഖ വസ്തഖ്ബിലു അംവാജൽ ബലായി ബിദ്ദുആഇ വത്തളർറു. ഹസ്സിനു അംവാലക്കും ബിസ്സക, സകാത്ത് കൊടുത്തിട്ട് നിങ്ങളെ സമ്പത്തിന് നിങ്ങൾ കോട്ട കെട്ടിക്കൊള്ളി. ഹസ്സിൻ എന്ന് പറഞ്ഞ കോട്ടയാണ്, എന്നുവെച്ചാൽ നിങ്ങൾ സുരക്ഷിതമാക്കിക്കൊള്ളി. സകാത്ത് കൊടുത്താൽ മതി, പിന്നെ അനങ്ങൂല സമ്പത്ത് അവിടെ ഉണ്ടാവും. വദാഉ മർളാക്കും ബിസ്സദഖ, നിങ്ങളെ രോഗികളെ സദഖ മുഖേന നിങ്ങൾ ചികിത്സിച്ചോളിന്ന്. നിങ്ങൾ രോഗികളെ സദഖ മുഖേന ചികിത്സിച്ചോളി. വസ്തഖ്ബിലു അംവാജൽ ബലായി ബിദ്ദുആഇ വത്തളർറു, പ്രയാസങ്ങളുടെ തിരമാലകളെ നിങ്ങൾ അഭിമുഖീകരിച്ചോളി ദുആ കൊണ്ടും വിനയം കൊണ്ടും. പ്രയാസങ്ങൾ വരുമ്പോ എന്ത് ചെയ്യാം? ദുആ ചെയ്യാം, കരയാം. സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. എത്ര ഇഷ്ടം അള്ളാഹ്ക്ക് വേറൊരു അമലുമില്ല. അതുകൊണ്ട് സഹാബാക്കൾ സമ്പത്ത് ചെലവാക്കുകയും. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് വന്നു മദീനയിൽ 1000 ഒട്ടകങ്ങൾ നിറച്ച് സാധനം ഉണ്ടായിരുന്നു. എത്ര വൈ? 1000, 100 എത്ര? 1000 ഒട്ടകങ്ങൾ നിറച്ചു സാധന സാമഗ്രികളായിട്ട് മദീനയിൽ വന്നു. മദീനയിലെ കച്ചവടക്കാർ വന്നു. ഉദാഹരണം 10 ദിർഹമിന്റെ സാധനമാണ്, ആൾക്കാർ 12 ദിർഹമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല അതിങ്ങനെ അതിനേക്കാളും വില പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 13 ആക്കി, 15 ആക്കി. 15 ആയപ്പോഴും വലിയ വിലയായി. മദീനയിൽ ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ട് വലിയ വിലക്ക് വാങ്ങിയാലും എന്ത് ചെയ്യാം? വിൽക്കാം. വലിയ വിലക്ക് വാങ്ങിയാലും വിൽക്കാം. അതുകൊണ്ട് 15 വരെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ല വലിയ വില, ഇതിനേക്കാൾ വില. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആരഞ്ഞ് ഞങ്ങളല്ലാണ്ട് വേറെ കച്ചവടക്കാർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അള്ളാഹു വില പറഞ്ഞിട്ടുണ്ട്, ചുരുങ്ങിയത് 10 തരാന്ന്. അദ്ദേഹം ആദ്യം പറഞ്ഞു 10 പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ആരൊക്കെ 10 തന്നെ ഞങ്ങളല്ലാതെ. അപ്പൊ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 ഒട്ടകങ്ങളിലുള്ള സാധനങ്ങൾ ആർക്ക് എന്ത് ചെയ്തു? ഞാൻ അത് മദീനയിലെ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. എത്ര വൈ? 1000 ഒട്ടകങ്ങൾ നിറച്ച സാധനം. നമ്മളാണെങ്കിലും ഡോക്ടറോട് വന്നാല് വരട്ടെ കെട്ട് അപ്പോഴാണ് വില വിട്ടല്. ആള് കുടുങ്ങുമ്പോൾ വില വിട്ടുക. അത് മൂമിന്റെ സ്വഭാവമല്ല. എത്ര വലിയ അക്രമം ആൾക്കാർ ചെയ്യുന്ന അറിയാം. എത്ര വലിയ അക്രമം. നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് കാരണം വേറെ ആരെങ്കിലും മുഖത്തേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടണ്ട, സ്വന്തത്തിലേക്ക് ചൂണ്ടിയാൽ മതി. ഇത്ര വലിയ അക്രമം. ഒറ്റ കടത്തിലായി, കച്ചവടം ചെയ്ത് പൊട്ടിപ്പോയി. അയാളെ വീടുണ്ട്, ഒരു 50 ലക്ഷം റുപ്യക്ക് വീടിട്ടു. അയാളെ വീട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരു 40 ലക്ഷം റുപ്യ കടണ്ട്. 50 ലക്ഷം റുപ്യന്റെ വീടാണ്. എത്രക്കാ വാങ്ങാം? പറയ്
നമ്മള് അതിനെ ചവിട്ടും, അത് 30 ഉറുപ്പ്യക്ക് വാങ്ങും. അവൻ കുടുങ്ങിക്കിടക്കാണ്. ഇത് മുഅ്മിന്റെ പണിയല്ല കേട്ടോ. ഇതാ ശരിക്ക് കേട്ടോളി, ഇത് മുഅ്മിന്റെ പണിയല്ല. ബുദ്ധിമുട്ടിയവന്റെ ഗതികേട് വെച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കൽ ഇത് മുഅ്മിന്റെ പണിയല്ല. ഈ പണിക്ക് ആരും നിൽക്കണ്ട. ഉറപ്പാണ് അവന്റെ അഡ്രസ് ചെയ്തിച്ചുകൊണ്ട് അവൻ കുളം തോണ്ടും. കാരണം മുഅ്മിന്റെ പണി മുഅ്മിന്റെ പ്രയാസത്തിൽ അവനെ താങ്ങാവലും അവനെ സഹായിയാവലാണ്. 50 ലക്ഷം റുപ്യന്റെ പെരണ്ട്, ഓൻ 45 ലക്ഷം റുപ്യ കടണ്ട്. ഓനോട് സത്യത്തിൽ ഒരു 53 ഉറുപ്പ്യക്കൊക്കെ വാങ്ങിയിട്ട് ഒരു 8 ഉറുപ്പ്യക്ക് ഒരു കൂര ഓനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അതാണ് മുഅ്മിൻ. അല്ലാണ്ട് ഓനെ ചവിട്ടി കുത്തിട്ട് 25 വാങ്ങലല്ല. അത് കച്ചവടമല്ല, അത് ദുൽമാണ്. അതിനായിട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ലിക്വിഡ് മണിയായിട്ട് ഇങ്ങനെ നടക്കുക, യവനെ പൊട്ടിയെന്ന് അന്വേഷിച്ച് നടക്കുക. അങ്ങനത്തെ ടൈപ്പ് കച്ചവടക്കാര്. ഇതിൽ കച്ചവടം എന്ന് പറയില്ല, അവൻ ലാലിമാണ്. കാരണം മുഅ്മിന്റെ പ്രയാസത്തിൽ സന്തോഷിക്കുക, അതിനെ മുതലെടുത്ത് സമ്പാദ്യം ഉണ്ടാക്കുക, അത് മുഅ്മിന് പറ്റിയതല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ആളുകൾ ദാരിദ്ര്യത്തിലുണ്ടായത്. വേണമെങ്കിൽ 15, 18 കിട്ടും. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള സമയമാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. സത്യസന്ധനും വിശ്വസ്തനായ കച്ചവടക്കാരൻ നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളെയും കൂടെ തന്നെ. ഞാൻ നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ, പണം ഉണ്ടാക്കലല്ല ഭായി. പണം അത് അള്ളാഹു തരലാണ്. നിനക്ക് നല്ല മനസ്സുണ്ടാവണം. കുടുങ്ങിയവനെ ചവിട്ടിട്ട് വാങ്ങലല്ല, അത് ദീനല്ല. നല്ല പോലെ കേട്ടോളി, അത് ദീനല്ല. കഷ്ടപ്പെട്ടവൻ കുടുങ്ങിപ്പോയി, കച്ചവടത്തിലോ പൊട്ടിപ്പോയി, അവനെ പിന്നെ ചവിട്ട്. നമ്മളെ നാടിന്റെ കൾച്ചർ അതായി. പിന്നെ ഈ നാടിന് എങ്ങനെ വിപത്ത് വരാതിരിക്കും? എങ്ങനെ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കും? ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സാധാരണക്കാരൻ സ്വസ്ഥനാണ്, സമ്പന്നനാണ് ഇവിടുത്തെ വലിയ പ്രയാസക്കാർ. അതുകൊണ്ട് കൂട്ടത്തിൽ ഞാൻ പറയാൻ, സമ്പത്തുള്ളവനാണ് ഏറ്റവും വലിയ പ്രയാസത്തിലുള്ളത്. എന്തുകൊണ്ട്? ഓൻ സമ്പത്തുണ്ടാക്കി ഒന്നുകിൽ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പാവങ്ങളുടെ കണ്ണീരുണ്ടാവും. ഓൻ ഗതിയില്ലാതെ കൊടുക്കുകയാണ്. അവനറിയാം ഇതിന് 50 ലക്ഷം കിട്ടും ഇപ്പം മാർക്കറ്റ് വില. പക്ഷെ ഞാൻ നിർവാഹമില്ല, എന്നെ കടക്കാർ ശല്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും 30 കിട്ടിയ അത്രയും സമാധാനമായല്ലോ. ഇല്ല, ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് മുഅ്മിന് പണി പറ്റില്ല. മുഅ്മിൻ അവനെ സഹായിക്കേണ്ടവനാണ്. അതിന് തന്നതാണ് സമ്പത്ത്. നമ്മൾ വിചാരിച്ച സമ്പത്ത് ഇങ്ങനെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി മരിച്ചു പോകാൻ വേണ്ടി തന്നൊന്നുമല്ല. സഹാബാക്കൾ സമ്പത്ത് എങ്ങനെ ചെലവാക്കിയത്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാളെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ആൾക്കാർ സ്വർഗത്തിലാന്ന് പറഞ്ഞതിൽ ഒരാൾ ഇയാളാണ്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു. ആൾക്കാർ അദ്ദേഹം വിശ്വസ്തനായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അമാനത്തായിട്ട് കൊണ്ടുപോയി കൊടുക്കരുത് സമ്പത്ത്. അദ്ദേഹം അമാനത്ത് വാങ്ങുമെന്ന് അദ്ദേഹം പറയും, ഇത് വെക്കാൻ നമ്മുടെ സ്ഥലമില്ല, ഇത് ഞാൻ ചെലവാക്കും, എനിക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ തരും. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അമാനത്ത് വെക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് കടം വാങ്ങാൻ തുടങ്ങിയത്. ആരെങ്കിലും ഇത് 5000 രൂപ വെച്ചോളി പറഞ്ഞാൽ ഇത് ഇവിടെ അമാനത്ത് വെക്കൂല, കടയിട്ട് തന്നാളാണ്, എനിക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ വാങ്ങിക്കോ പറയും. എന്നിട്ട് അദ്ദേഹം ബുക്കിൽ ചെയ്തു. അദ്ദേഹത്തിന് എഴുത്തുകുത്തുകളുണ്ടായി. അദ്ദേഹം വാങ്ങി കിട്ടുന്ന പൈസ മുഴുവൻ, ആൾക്കാർ കൊണ്ടുകൊടുക്കുന്ന പൈസ മുഴുവൻ ആളുകളുടെ മേൽ ചെലവാക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സുബൈർ ഇത് ചെലവാക്കൽ കുറച്ച് കൂടുതലാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ആര് അത്ര ചെലവാക്കൽ? ഓരോ ചെലവാക്കൽ നമുക്കറിയില്ല, ചെലവാക്കൽ നമുക്കറിയില്ല. നമ്മള് സ്വരൂപിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു മരിക്കാനായപ്പം ഫുള്ള് തർത്തീബില്. നമ്മൾ കുറെ ഇടപാടെടുത്തിട്ട് ഓരോ ഇടപാടിനും ഒരു എത്തും കുത്തും ഉണ്ടാവില്ല. മക്കളോട് ചെയ്യുന്ന എത്ര വലിയ അക്രമം വേറൊന്നുമില്ല കേട്ടോ. എഴുത്ത് കുത്തുകളില്ലാതെ ഏർപ്പാട് നടത്തിയിട്ട് മരിച്ചു പോവാ. പിന്നെ ആ മക്കൾ എന്താ ചെയ്യാ? കാലഘട്ടമാണെങ്കിൽ പൈസ കിട്ടായിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും തരാണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് വാങ്ങുന്ന അത്ര മോശപ്പെട്ട കാലഘട്ടം. അടുത്ത സമയത്ത് ഒരാൾ ഇവിടെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാം എഴുതി വെക്കുന്ന ആളാണ്, പക്ഷെ ഒരാൾ അയാൾക്ക് പൈസ കൊടുക്കാണ്ടെന്ന് പറയുന്നത്, അയാൾ അത്ര ക്ലിയർ ആളല്ല എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എപ്പ കൊടുക്കാണ്ടെന്ന് അയാൾ പറയുന്നത്. ഇപ്പൊ ഒരു രേഖയിലും കാണില്ല.
ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതാ കാരണം. പിന്നെ എഴുത്തും കൂടി ഇല്ലെങ്കിലോ? ഫുൾ എഴുതിയൊക്കെ റെഡിയാക്കിയിട്ട് മോന്റെ കയ്യിൽ കൊടുത്തത് അത് കിട്ടാനുള്ളതാണ്, ഇത് കൊടുക്കാനുള്ളതാണ്. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ ഉള്ള ബറാബറായി വരും. ഇനി അഥവാ മോനെ നിനക്കിത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഈ മൗല സുബൈറിനോടൊന്ന് വിഷയം പറഞ്ഞാൽ മതിയാണ്. മൗല എന്ന് പറഞ്ഞാല് നമ്മളെ ഭാഷയിൽ ബോസ്, യജമാനൻ, മൗല സുബൈർ. അപ്പൊ അതേ വിചാരിച്ച ഏതോ ആളിഞ്ഞ് അങ്ങനെ പറയാൻ പറ്റുന്ന ആളാരുണ്ടാവും. പാപ്പന്റെ കടം തീർക്കാനാവും വേറെ കൊടുത്തിട്ട് അങ്ങനെ ആരുണ്ടാവും. അപ്പൊ ആരാണ് നിങ്ങളെ മൗല എന്ന് ചോദിച്ചു. പറഞ്ഞു എന്റെ മൗല അള്ളാഹു ആണ്. എന്റെ മൗല ആരാണ്? ഈ മോനോട് പറയണം, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് പറയണം, മോനെ എനിക്ക് സാമ്പത്തികമായി എന്റെ കടം തീർക്കാനും അവസ്ഥകൾക്കും എന്തെങ്കിലും വിഷമം വരികയാണെങ്കിൽ സുബൈറിന്റെ നാഥ, യാ റബ്ബ സുബൈർ, സുബൈറിന്റെ നാഥ എന്ന് വിളിച്ചിട്ട് ഈ പറഞ്ഞാൽ മതി, അത് റെഡി ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ച് മലപ്പുറത്തായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ളത്. ഇവിടെ എങ്ങനെ ഉണ്ട്, എനിക്കൊരു 2000 രൂപ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആരാണ്? അപ്പോൾ അവിടെ നിന്ന് അവരുടെ പീടെ പോയിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഇന്ന അത്ര അറിയുന്ന ആളാണെങ്കിൽ അയാൾ കൊടുക്കും. മൂപ്പര് പറഞ്ഞാണ്, അല്ലെങ്കിൽ അത് കൊടുക്കും. എന്നുവെച്ചാൽ ഞാനും അയാളായിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ തരാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ ആര് കൊടുക്കാൻ? അവിടെ ഏതെങ്കിലും ഒരു പീഡിയക്കാരനോ ഒരു ഹോട്ടലുകാരനോ ഏതെങ്കിലും ഒരാൾ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പറഞ്ഞാൽ മതി പറഞ്ഞാൽ ഇന്ന അറിയുന്ന ആളാണ്, എന്തായാലും അയാൾക്ക് തരും എന്നുള്ള അർത്ഥത്തിൽ ഇതേപോലെ കൊടുത്ത് 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 ആരുമായിട്ട് ബന്ധായി, അള്ളാഹുമായിട്ട് അത്ര ബന്ധായി. സുബൈറിന്റെ നാഥാന്ന് പറഞ്ഞവന്റെ ഇങ്ങനെ അദ്ദേഹം വഫാത്തായി. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഫുള്ള് കണക്കൊക്കെ ഇങ്ങനെ നോക്കി 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 വന്നു. അപ്പം ജാഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. മുഅത്തയിൽ ചെറിയ കുട്ടികളായിരുന്നു അന്ന് അബ്ദുള്ള, മുഹമ്മദ്, ഔനൊക്കെ. അതിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു അൻഹുവിന് 1,00,000 ദീനാറ് കൊടുക്കാനുണ്ട് എന്ന് ബുക്കിലുണ്ട്. രണ്ടാളും അബ്ദുള്ളാണ്. അബ്ദുല്ലാഹിബ്നു സുബൈറാണെന്ന്, മറ്റൊന്ന് അബ്ദുല്ലാഹിബ്നു ജാഫറാണ്. രണ്ടും അബ്ദുള്ളമാരാണ്. സുബൈർ റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുള്ള പറഞ്ഞു ജാഫർ റളിയല്ലാഹുവിന്റെ മോനോട്, ദീന്റെ ഉപ്പാക്ക് 1,00,000 ദീനാറ് കൊടുക്കാണ്ട് നിന്റെ ഉപ്പന്റെ ബുക്കിലുണ്ട് എന്ന് പറഞ്ഞു. അത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പം അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുള്ള പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് അത്യാവശ്യമില്ല, ഞാൻ പറഞ്ഞതാണെന്ന് മാത്രം. കുറച്ചു ദിവസം കഴിഞ്ഞ് എന്നും ഈ ബുക്ക് മാറ്റലും പിടിച്ചിലൊക്കെ എന്റെ ഇടയിലാണ്. പിന്നീട് ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായത് സുബൈർ റളിയല്ലാഹു അൻഹു 1,00,000 ദീനാറ് അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുള്ളക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മളൊക്കെ ആണെങ്കിലോ ഒരു 500 രൂപ വാപ്പക്ക് നിങ്ങൾ കൊടുക്കാണ്ട് കയറി. സത്യത്തിൽ വാപ്പ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ പിന്നെ 5000 തരും അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ ഉള്ളത്? വാപ്പന്റെ അതേമാതിരി തന്നെ മോനെ ആട്ട് ഇങ്ങോട്ട് നോക്കി പറഞ്ഞു. പക്ഷെ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമോ വാങ്ങിക്കോ. അല്ല, ചില്ലറ പൈസ ഒന്നല്ല, 1,00,000 അന്ന്. അപ്പൊ അബ്ദുല്ലാഹിബ്നു സുബൈർ പറഞ്ഞു, എടാ അബ്ദുള്ള, ഞാൻ നോക്കി മാറിപ്പോയതാണ്, എന്റെ ഉപ്പ എനിക്ക് തരാനുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പം ജാഫർ റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുള്ള പറഞ്ഞു, അത് സാരില്ല, ഞാൻ എൻ്റെ ഉപ്പൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തു. അപ്പൊ അബ്ദുള്ള പറഞ്ഞു, ഇല്ല, എൻ്റെ ഉപ്പക്ക് വേണ്ടി പൊരുത്തപ്പെടിക്കാൻ ഞാൻ വിചാരിക്കില്ല, ഉപ്പക്ക് സാധനം ഉണ്ടല്ലോ. സഹാബാക്കൾ എന്താ ഈ പൈസനെ കണ്ടത്? ഒരങ്ങനെ കൊടുക്കുക, അങ്ങനെ വരും. കൊടുക്കുന്നതിനനുസരിച്ച് വരുന്ന സാധനമാണ് എന്ത്? നമ്മൾ പിശുക്കി വെക്കാണ്. അപ്പം ഓരോ വിപത്ത് വരികയാണ്. അതിന് പൈസ ചെലവാക്കണം, ഇതിന് പൈസ ചെലവാക്കണം, എല്ലാത്തിനും പൈസ. വെറുതെ നടന്നാൽ മതി. ഈ വാക്സിന് 5000 രൂപ എന്ന് പറഞ്ഞാൽ വെക്കേണ്ടി വരും. അങ്ങനെ ഓരോ ഇപ്പൊ മാസ്കിന് പൈസ ചെലവാക്കണം, എന്തിനൊക്കെ പൈസ ചെലവാക്കണം. ഇങ്ങനെ കണക്കൂട്ടി ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയിലാണ് ഓരോ സാധനങ്ങൾ വരുന്നത്. വരുന്നെ പിശുക്ക്, ധർമ്മിഷ്ഠത അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സഹാബാക്കൾ സമ്പത്ത് ചെലവഴിക്കണ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പഴയ കാലത്ത് നമ്മൾ കുട്ടികളാണ് കാലത്ത് ഒരു കയറ് കൂട്ടിക്കെട്ടിട്ട് ഒരു ബസ് ഉണ്ടാക്കില്ലേ, സ്കൂളിൽ വെക്കേഷനിലൊക്കെ. അയലൊക്കത്തെ കുട്ടികളൊക്കെ കയറുക, എന്നിട്ട് ആ ബസ്സിൻ്റെ ഉള്ളിൽ കയറുക. ഒരു കയറിങ്ങനെ കെട്ടിയിട്ട് ഒരു ഡ്രൈവറും ഉണ്ടാവും, ബാക്കിൽ ഒരു ക്ലീനറും ഉണ്ടാവും. എന്നിട്ട് ആ കയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോണേ. നിങ്ങൾക്കറിയില്ലേ ബസ്സൊക്കെ വിട്ടിട്ട്?
അപ്പൊ ഉണ്ടാവും വെഹിക്കലൊക്കെ കുട്ടികളെ നിർത്തിണ്ടാവും. എന്തിന്? കൈയാട്ടിന്റെ പോലെ ഇങ്ങനെ ടിന്നടിക്കും. അപ്പം വണ്ടി നിൽക്കും, ടിന്നടിക്കുമ്പോ പോവും. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അന്ന് കണ്ടക്ടർ പൈസ വയ്ക്കും. അപ്പൊ കൊടുക്കൽ എന്താണ്? അപ്പന്റെ അല്ല, ആ പച്ചല, അത് കുറെ പറിച്ചട്ടിക്ക് ഇങ്ങനെ ചിന്നും. അപ്പൊ അങ്ങനെ കൊടുക്കും. അപ്പൊ കണ്ടക്ടർ 2 കൂടി കൊണ്ടുവരണം, 2 കൊടുക്കും. 10 ചോദിച്ചാൽ 10 കൊടുക്കും. എന്ത് പ്രശ്നമില്ല, കാരണം അപ്പ ഇഷ്ടം പോലെ കൊടുക്കും. ഒരു പ്രശ്നമില്ല, അതിന് കച്ചറൊന്നും ഉണ്ടാക്കില്ല. പിടിച്ചോ. സഹാബാക്കൾ ഇങ്ങനെയാണ് ദിനാറും ദിനവും ചെലവാക്കിയത്. ഒരിക്കൊരു വിഷയമില്ല, കാരണം ഖജനാവ് മല്ലാനാണ്, നിറഞ്ഞെടുക്കുന്ന ഖജനാവാണ്. നമ്മൾ പിഷ്കായി. നമ്മൾ സഹാബാക്കളുടെ ധർമ്മിഷ്ഠത മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും. ഒരു സമ്പത്ത് ചെലവാക്കുന്ന അതിഥികളുടെ മേൽ. അതിഥികളൊക്കെ സൽക്കരിക്കണം. ഇന്ന് സൽക്കാരനില്ലാന്ന് തോന്നിപ്പോകുന്നു. അതിഥികളുടെ മേൽ അത്ര സമ്പത്ത് ചെലവാക്കും. കാരണം അതിഥിന്റെ മേൽ സമ്പത്ത് ചെലവാക്കിയാൽ കൂട്ടത്തിൽ തിന്നാൽ എന്തില്ല, ഹിസാബില്ല. ചെമ്മി വാങ്ങി, അല്ലെങ്കിൽ അത് വാങ്ങി, ഇത് വാങ്ങി, മാഷാ അല്ലാഹ്. ശരിയല്ലേ? ആൾക്കാർ വെറും പിഷ്കേക്ക്. എന്നിട്ട് ഓന്റെ പൈസ എവിടെയെങ്കിലൊക്കെ പോകും. ഒരുത്തന് പിന്നെ ലക്ഷത്തിന് 2000 തരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിട്ടോ. എന്നിട്ട് ആ 20 ലക്ഷം രൂപ പിന്നെ ഓനെ കാണൂല, ഓൻ ദുബായിലേക്ക്. മനസ്സിലായില്ലേ? അപ്പോഴാ ചങ്ങായിക്ക് ഇങ്ങനെ തോന്നില്ല, 20 ലക്ഷം പോയി. പിന്നെ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കാം. അതിൻ്റെ ഇടയിൽ കാണാൻ ഓ ആത്മഹത്യ ചെയ്താൽ അത് കഴിഞ്ഞു ചെയ്യും. പിന്നെ ഇവൻ ആത്മഹത്യ ചെയ്യണ നോക്കിയാൽ മതി. പിഷ്കന്മാരുടെ സമ്പത്ത് ഫുള്ള് പോലെ. ഈ മലപ്പുറത്തേക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവേ ഇല്ല. എത്ര മുങ്ങലുകൾ അതിവിദഗ്ധമായി ഈ നാട്ടിൽ നടന്നു. എന്നിട്ടും ആൾക്കാർക്ക് മനസ്സിലായി. കൊണ്ടുപോയി കൊടുക്കുക, അവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, പിഷ്കി ഉണ്ടാക്കുക, എന്നിട്ട് ആടിമണി കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് ഒരു രാജാവാകുക. എന്നിട്ട് പിന്നെ ഇവൻ അത് വാങ്ങാൻ വേണ്ടി പിരിച്ചാൻ നടക്കുക. അതിനേക്കാളും നല്ല ഞാൻ സാധാരണ പറഞ്ഞമായി റബ്ബർ ബാൻഡ് ഇടുക, അൾമറ വെക്കുക, എന്നിട്ട് ഇങ്ങനെ 500 ഡെയിലി പറിക്കുക, മയക്കുറ അങ്ങ് കുതുന്ന, ലാസ്റ്റ് റബ്ബർ ബാൻഡെങ്കിലും ബാക്കി ഉണ്ടാവും. പിഷ്ക്, പേരും പിഷ്ക്. പിഷ്കരുത്, സമ്പത്ത് ചെലവാക്കി. ഒരു കാക്ക അയാൾക്ക് കൃഷിന്റെ സ്ഥലമുണ്ട്, തെങ്ങ് ഒക്കെ ഉണ്ട്. അവിടെ കിണറ്റില് അയാൾ കിണറൊന്ന് നന്നാക്കണം എന്ന് വിചാരിച്ചു. വേനൽക്കാലാണ്. ചെലയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യണം, നല്ല വെള്ളം എന്ത് ചെയ്തു പറഞ്ഞാല് ടാങ്കിൽ അടിച്ചു കയറ്റി. പിന്നെ കുറച്ചൊരു വലിയ ടാങ്ക് ഇതേമാതിരി ടാർപ്പായൊക്കെ വെച്ച് കെട്ടി 10-20,000 ലിറ്റർ വെള്ളം അയാൾ സ്റ്റോർ ചെയ്തു. അങ്ങനെ കിണറൊക്കെ ചലയൊക്കെ കോരി പിറ്റത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം അയാളിങ്ങനെ വന്ന് കിണറ്റിലേക്ക് പാളി വെക്കുന്നുണ്ട്. അപ്പൊ തൊട്ടപ്പുറത്തുള്ള കൃഷിക്കാരൻ അയാൾക്ക് എന്തേ കിണറ്റിൽ പൂച്ച വീണോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പൂച്ച വീണല്ല, കിണർ നന്നാക്കിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ട് വെച്ച് അയാൾ പറഞ്ഞു ഒരു 20,000 ലിറ്റർ. കാരണം അയാൾ അന്ന് അടിക്കും നോക്കിന് ആ ഒരു പാമ്പിരിമേലുള്ളത്. അപ്പൊ 20,000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചു പറ്റിച്ചോണ്ടല്ലേ ഇപ്പൊ ഒരു 40,000 ഉണ്ടായിണ്ടാവും. മനസ്സിലായില്ല? ഉണ്ടാവൂലേ? ഉണ്ടാവുക ഉണ്ടാവൂല. 20,000 അടിച്ചോണ്ട് പിന്നെ ഒരു 20,000 ഉണ്ടായി. ഇതേപോലെ പഴമക്കാര് പറയുന്നുണ്ട്, മുക്കണ കിണറിലാണ് എന്തുണ്ടായാല് ഉറവുണ്ടായിരുന്നു. പിഷ്കണ കീശയില് ഉറവുണ്ടായി. 500 കീശ എടുത്തേക്ക. അത് കേടുകൂടാതെ വീട്ടിലെത്തിയാൽ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കുക. അതിനോട് ആരൊക്കെ ആവശ്യക്കാർ ചോദിച്ചിട്ടുണ്ടാവും, ഒന്നും കൊടുക്കൂല. ഇത്ര വലിയ മോശക്കാരാണ്. സഹാബാക്കളുടെ വാക്യ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കൊടുക്കും, നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കി തരാൻ എനിക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആരോട്? പെരയിലൊക്കെ കൊടുത്തിന്. എന്നിട്ട് പറയാം, നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കി തരാൻ പറ്റാത്തതിന് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരേണ്ടത്. ഇത് സഹാബാക്കൾ. നമ്മൾ പിഷ്കിട്ട് എത്രയോ സ്ത്രീകൾ വേണ്ടാവൃത്തി ചെയ്യുന്നുണ്ട്. കുട്ടികളെ പോറ്റാൻ ചെറിയ ചെറിയ പറക്കം പറ്റാത്ത പൈതങ്ങളെ പോറ്റാൻ അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്തിട്ട് അവരിൽ വൃത്തികേട് ചെയ്യുന്ന കുറെ മനുഷ്യന്മാർ. ഇതൊക്കെ നമ്മള് ഗ്രാമങ്ങളിലും നാടുകളിലൂടെ നടന്നാൽ കാണാൻ നമുക്ക്. പവിത്രതായ സ്ത്രീകൾ വരെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുതലാളിന്റെ ഇതൊക്കെ ഞാനിങ്ങൾ കാണുന്നുണ്ട്. കഷ്ടപ്പെടുന്നവൻ. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല വണ്ടി, നല്ല വീട്. ഇസ്ലാം ഒരു കുറ്റം പറയില്ല കേട്ടോ. ഒരു കുറ്റം ഇസ്ലാം പറയില്ല. നല്ല ഭക്ഷണം കഴിച്ചോ, നല്ല വസ്ത്രം ധരിച്ചോ.
നിനക്ക് ആവശ്യത്തിനുള്ള വീടുണ്ടാക്കിക്കോ, ഉള്ള വീട് നന്നാക്കി സൗകര്യം ഉണ്ടാക്കി, കുഴപ്പമില്ല. ബാക്കില്ല നീ കൊടുക്കുക. ആൾക്കാർക്ക് കൊടുക്കണവൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴി സഹാബാക്കൾ കണ്ടത് കൊടുക്കലായി. അതുകൊണ്ട് സാറുമാരെ സ്നേഹമാരെ, ഈമാന് ഖിലാഫാണ് ബുഖൽ. ബഖീൽ ഒരിക്കലും അള്ളാഹുവിന്റെ വലി ആവൂലാൻ കഴിയില്ല. കാരണം അവന്റെ ബുഖൽ ഉണ്ടായ തന്നെ ഇന്ന് ഞാൻ ചെലവാക്കിയ നാളെ ഞാൻ എന്താക്കും വിചാരിച്ചിട്ടാണ്. ഇന്ന് തന്ന അള്ളാഹ് നാളെ തരാൻ കഴിവുണ്ടെന്ന് അവന് യക്കീനുണ്ടെങ്കിൽ അവൻ കൊടുക്കും. കഷ്ടപ്പെട്ടവനെ സഹായിക്കും. വീടില്ലാത്തവർ, രോഗികളൊക്കെ അവസ്ഥ. ആരെങ്കിലും ഒരാൾ മരത്തുമെന്ന് വീണു, അയാളുടെ ഡിസ്ക്, അല്ല നമ്മളെല്ലാവരും കാക്കുമാരാണ്, ഡിസ്ക് പോയി കൂലിപ്പണി എടുക്കുന്ന മരം വെട്ടുന്ന ആളെ ഞാൻ വീണു ഏതാണ് ആള് കടന്നാ പിന്നെ എല്ലാവരും പോയി നോക്കും. എത്ര സമയം? 1 മാസം 2 മാസമൊക്കെ. അയാൾ 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലമൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അയാളടുത്തേക്ക് ആരും പോലെയില്ല. പിന്നെ അയാൾ വിചാരിക്കും എങ്ങനെ മനുഷ്യന്മാരോട് ചോദിക്കാം, കുറെ എല്ലാവരും തന്നില്ലേ. പക്ഷെ അവന്റെ ഒക്കെ വീട്ടിന്റെ അവസ്ഥ, നമ്മളെ വീട്ടിൽ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള തിരക്കിലുള്ളത്, നമ്മളെ മോളെ കല്യാണം കെങ്കേമമാക്കാനുള്ള തിരക്കിലുള്ളത്. ഇല്ല സഹോദര, രോഗികളെ അന്വേഷിക്കും, കഷ്ടപ്പെടുന്നവരെ ശ്രദ്ധിക്കും, പാവങ്ങളുടെ മേൽ സമ്പത്ത് ചെലവാക്കി. നാളെ ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും അത്. അമലുകളുടെ കുറവ് വരെ ഒരുപക്ഷെ മനുഷ്യന്റെ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും. നിസ്കാരത്തിന്റെ കുറവ് അത് അള്ളാഹുമായിട്ടുള്ള ബാധ്യതയാണ്. പക്ഷെ പാവങ്ങളോടുള്ള സ്നേഹം, അവരോടൊക്കെ ഉപകാരം ചെയ്യൽ. നബിതങ്ങൾ സലദാസങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ഔദാര്യം നമ്മളെ റബ്ബായ അള്ളാഹുവാണ്. അവൻ അജ്വദുൽ അജ്വദീനാണ്. ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ജൂദുള്ള ആൾ അള്ളാഹുവാണ്. പിന്നെ ഞാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾ ഒരു താഴ്വരയിൽ കുറെ ഒട്ടകങ്ങളും ആടുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സർദാർ ഉണ്ടായി, ഒരു നേതാവ് ഉണ്ടായി. അയാൾ ഇങ്ങനെ ഉണ്ട്, അയാൾ ഒട്ടകത്തുമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ താഴ്വരയ്ക്ക്. താഴ്വര ഒരൊട്ടകല്ല, ആടുകൾ ഇങ്ങനെ മേയ്ക്കണൊക്കെ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണാം. നിരന്നിങ്ങനെ ആട്ടും പറ്റങ്ങളുണ്ട്, അതേമാതിരില്ലേ താഴ്വരയ്ക്ക് ഇങ്ങനെ നോക്കണുണ്ടു. നബിതങ്ങൾ സഹാസം തങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ചോദിച്ചു, എന്താ എനിക്ക് അങ്ങോട്ട് നോക്കണത്, നിനക്ക് വേണത് അത് മുഴുവൻ ഈ എടുത്തു വന്നു. ഏത്? ഒട്ടകങ്ങളും ആടുകളൊക്കെ. അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. നേരത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പറഞ്ഞു, ഉറപ്പായിട്ട് മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്. കാരണം ഒരു നബിക്കല്ലാതെ ഇങ്ങനെ ധർമ്മം ചെയ്യാൻ കഴിയും. ഈമാൻ എത്ര ശക്താണോ അത്രയും ധർമ്മം എളുപ്പം. പക്ഷെ അള്ളാഹുലുള്ള യഖീനുണ്ടാവും. അല്ലെങ്കിൽ സമ്പത്ത് ഇങ്ങനെ പിടിച്ചു കൂട്ടി വെച്ചുകൊണ്ടിരിക്കും. വൈലുൻ, നാശം ഒരു ടീമിന്. ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്നവൻ, ആളുകളെ പിറകിൽ നിന്ന് ആംഗ്യം കാണിച്ച് കോമാളിയാക്കുന്നവൻ, അവർക്ക് നാശം. എന്താ അവരുടെ ഗുണം എന്നറിയങ്ങൾക്ക്? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്ത് ഒരു കൂട്ടും, എന്നിട്ടോ വഅദ്ദദ അതിനെങ്ങനെ എണ്ണും. ഇപ്പൊ 48,000 ഉണ്ട്, ഇനി 2,000 കൂടി കിട്ടിയാൽ 50ന്റെ ഒരു കെട്ടാക്കാറുണ്ട്, അതിനടക്കം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്തിനെ ഇങ്ങനെ എണ്ണി കെട്ടാക്കി വെക്കുക, ഇടക്കിടക്ക് എണ്ണി കൊടുക്കും. എന്നിട്ടോ അള്ളാഹു പറയാൻ, യഹ്സബു, അവൻ വിചാരിക്കുകയാണ്, അന്നമാലഹു അഖ്ലദ, അവന്റെ സമ്പത്ത് എപ്പോഴും അവന്റെ കൂടെ സ്ഥിരമായി ഉണ്ടാവും എന്ന് അവൻ വിചാരിക്കുകയാണ്. എവിടെ? അതേമാതിരി ഈ പൊട്ടീസാക്കുന്ന ആൾക്കാരെ എപ്പോഴും ഉണ്ടാവും. പൊട്ടീസാക്കുന്ന ആള് ബിസിനസ് തന്നാളാ 1,00,000 3,000 തരാന്ന്, ആയിക്കോട്ടെ എന്നറിയും, കൊടുക്കും. 2-3 മാസമൊക്കെ കൊടുക്കും. കാരണം ഇവന്റെ കൈ തന്നെയല്ലേ. ഇവന്റെ 20 ലക്ഷം രൂപ വാങ്ങിയില്ലേ, 10 ലക്ഷം രൂപ എങ്ങനെയാ ഇതിങ്ങനെ എടുത്തിട്ട് 3,000 ഇങ്ങനെ കൊടുക്കും. 5-6 മാസം സ്ഥിരം കൊടുത്താൽ ഓനോന്റെ അളയമന്റെ കൂടി വാങ്ങി കൊടുക്കും, മൂത്തമ്മന്റെ വാങ്ങി കൊടുക്കും. അങ്ങനെ എല്ലാവരോടും വാങ്ങി. ഓന് കുറെ കഷ്ടപ്പെട്ട് ഇടപെടാനാവൂല, ഒറ്റ ആളെന്നെ മതി പറഞ്ഞിട്ട്. കാരണം മുങ്ങും ഒരാളോട് മറുപടി തന്നെ മതിയല്ലോ. ഇവനെ ഏതായാലും മുങ്ങാൻ തുടങ്ങാണ്. ഇപ്പൊ നിൽക്കാൻ വേണ്ടിയല്ല ഇത് വാങ്ങണത്, ഇത് മുങ്ങാൻ വാങ്ങാണ്. ഈ സാധനം ഇങ്ങനെ 3,000 കിട്ടുമ്പോൾ
അങ്ങനെ അവസാനം കണക്കൂട്ട് നോക്കുമ്പോ ഉണ്ടാവും 9,85,000 റുപ്യ അഞ്ഞ് കിട്ടാണ്ടാവും, ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവൻ വിചാരിക്കാണ് അന്ന മാലഹു അഖ്ലദ, സമ്പത്ത് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവുന്ന അവൻ വിചാരിക്കാണ്. കല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ടോ. ലയും ബദന്ന ഫിൽ ഹുതമ, ഹുതമയിൽ അതിനെ എറിയപ്പെടുക തന്നെ ചെയ്യും. അറബി പ്രയോഗം ആരെങ്കിലും ഇതിന്റെ അർത്ഥങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ലയും ബദന്ന, ആ നൂൻ തക്കീദിനുള്ളതാണ്, ലാം തക്കീദിനുള്ളതാണ്, കല്ല തക്കീദിനുള്ളതാണ്. കല്ല ലയും ബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എന്താ അറിയാം? അത് ഗൗരവത്തിന് വേണ്ടി പറയാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ നാറുല്ലാഹ്, നാർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാഹു പറഞ്ഞ നാറുല്ലാഹ്, അള്ളാന്റെ തീ, അതിന് കടുപ്പം കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ തുളച്ചു കയറുന്ന തീ. ബാക്കിയൊക്കെ ശരീരമൊക്കെ കത്തേയുള്ളൂ. അപ്പൊ തന്നെ ഇത് നേരെ ഡയറക്റ്റ് പോലെ എടുക്കാണ്. ഹൃദയം വളരെ നൈസായ സാധനമാണ്, അയിമക്ക പോവാ. നാറുല്ലാഹിൽ മൂഖദത്തു അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഖ്സദ ഫീ അമദിൻ മുമദ്ദദ. തീയുടെ വലിയ തൂണുകൾ ഉണ്ടാക്കി അതിൽ അവനെ ബന്ധിക്കുന്നു. സമ്പത്ത് ഒരു കൂട്ടി വെച്ചാൽ ഉണ്ടാകുന്ന ഗതികേടാണിത്. എത്ര ആൾക്കാരെ കോടികളുണ്ട് സക്കാത്ത് കൊടുക്കാതെ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്നിട്ട് കൂളായിട്ട് മരിച്ചു. എന്നിട്ട് മക്കളും പേരക്കുട്ടികളൊക്കെ കൊണ്ടെടുക്കുക, ചാറ വലിയ അക്രമാണിത്. ഈ സാധുവിനൊക്കെ കണക്ക് പറയണം. ഈ കോടിക്കൊക്കെ ഇയാൾ കവറിൽ കിടന്ന് കണക്ക് അറിയാം. മക്കൾ ഉസാറായിട്ട് ടർഫ് പോയി കളിക്കാം. മക്കള് ടർഫിലൊക്കെ പോയിട്ട് ഉസാറായിട്ട് അവസരമൊക്കെ പോയിട്ട് കളിക്കാം. ഇതൊരു അക്രമം. ഇയാൾ സക്കാത്ത് കൊടുത്തില്ല. 1 കോടി ഉൾപ്പെടെ മനുഷ്യന് സക്കാത്ത് കൊടുത്തൂടെ? 2.5 ലക്ഷം റുപ്യ കൊടുക്കൂല. അങ്ങനെ കൂട്ടുക. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അങ്ങനെ വാരി കൂട്ടുക. ഇല്ല ഭായി, കൊടുക്കും, സക്കാത്ത് കൊടുക്കും. സമ്പത്ത് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കരുത്. ഹലാലായ നിലയിൽ സമ്പത്ത് ഉണ്ടാക്കാവൂ. സക്കാത്ത് കൊടുത്ത്, ഹദീം കൊടുത്ത്, എല്ലാവർക്കും കൊടുത്ത്, പക്ഷെ ഉണ്ടാക്കിയത് മോശമാണെങ്കിലോ? മറ്റവനെ പറ്റിച്ചിട്ടുണ്ടാക്കിയതാണ്. മറ്റവനെ പറ്റിച്ചുണ്ടാക്കിയാൽ ഫുള്ള് ചെലവാക്കല്. ഒരു പോത്തിന്റെ വക, എന്തിന്? നേർച്ചക്ക് എന്റെ വക, ബദരീങ്ങളാണ്ടൊക്കെ ഒരു പോത്ത്. എവിടെ? അറബിന്റെ കായാണ്. ഓന് 2 പോത്ത് വാങ്ങി കൊടുത്തൂലേ? നാട്ടുകാരൊക്കെ പറയുന്നു അസറഫിന്റെ വകന് പോത്ത്, ഓൻ ഭയങ്കര സംഭവമാണ്. ഏടെ സംഭവം? അറബി ഓൻ എങ്ങനെ അന്വേഷിച്ചെടുക്കുക? അറബി പറയുമ്പോ മാഫി മുഷ്കില. എന്താ അല്ലാഹ് കരീം ഏറ്റി യൗമൽ ഖിയാമ ഒക്കെ പറഞ്ഞു. ആര്? അറബി. ഇവൻ ഖിയാമനാൾ കഴിച്ചില്ല അവനാ പോത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എത്ര നല്ല വാക്ക്. മൻ കസബ തയ്യിബൻ ഖബ്ബതഹു മൻഉ സക്കാ വമൻ കസബ ഖബീസൻ ലൻ തുതയ്യിബുഹു സക്കാ. മോശമായി സമ്പാദിച്ചാൽ അത് കൊടുത്തിട്ട് സർക്കാരിലൊന്നും കാര്യമില്ല. അതുകൊണ്ട് സമ്പാദ്യം ഹലാലാക്കണം. വളരെ മാന്യന്മാരായ സമ്പത്ത് മോശാവുന്ന രീതിയുണ്ട്. വളരെ മാന്യന്മാരായ തഹജ്ജുദ് ഗുസാർ ബന്ദേ, തഹജ്ജുദ് സ്കരിക്കുന്ന ആൾക്കാർ വരെ മറ്റുള്ളവരെ സമ്പത്ത് അപഹരിക്കലുണ്ട്. ഏതാ റൂട്ട് നിങ്ങൾക്കറിയോ? റൂട്ട് അനന്തരാവകാശത്തിന്റെ സ്വത്തായിരിക്കും. എന്തായിരിക്കും? അനന്തരാവകാശം കൃത്യമായി കൊടുക്കാത്തവരാണ് ഒരു നല്ല ശതമാനം ആൾക്കാർ. പെങ്ങന്മാരൊക്കെ ചാമ്പ. ലോകത്ത് ഒരു മതത്തിലും സ്ത്രീകൾക്ക് അനന്തരാവകാശമില്ല. ഒരു മതത്തിലും കൊടുക്കലില്ലേ? എല്ലാരും പൊട്ടീസാക്കല. മരിക്കലോട് കൂടി കഴിഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് നമ്മളെ തെക്കൻ ജില്ലകളിലെ ഒരു കല്യാണത്തിന് പോയി. അപ്പൊ ഓനോട് സ്ഥലമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു മോളിലിടാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ ഇത് കൊടുക്കലോട് കൂടി ഖലാസായി, ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇപ്പോഴും തെക്കൻ ജില്ലകളിൽ നടക്കണ്ടേ? മരിച്ച പിന്നെ അവർക്ക് അവകാശമില്ല പോലും സ്വത്തിൽ. കെട്ടിക്കുമ്പോ തന്നെ കൊടുക്കാം. എല്ലാവരും സ്ത്രീകൾക്ക് അനന്തരാവകാശ സ്വത്തിൽ അവകാശമില്ല എന്ന് പറയാണ്. ഇസ്ലാമിൽ ഒരാൾ ചോദിക്കാണ് പുരുഷന്റെ അവകാശം എത്രയാണ്? എത്ര പറയുവായി? പുരുഷന്റെ അനന്തര സ്വത്തിന്റെ അവകാശം എത്രയാണ്? ഒരാൾ വാപ്പ മരിച്ചാൽ ആ മകൻ എത്ര കിട്ടുന്നു? അതിന് മറുപടി അല്ലാഹ് ഇങ്ങനെ പറഞ്ഞറിയാം. യൂസിക്കുമുല്ലാഹു
ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. ഊസികുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. രണ്ട് പെൺകുട്ടികളുടെ ഓരിയാണ് ആണുള്ളത്. അല്ലാഹ് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ആൺകുട്ടിക്ക് എത്ര ഓരിയും ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ആ ശൈലി നിങ്ങൾക്ക് ധൈര്യം മനസ്സിലായിണ്ടാവില്ല. രണ്ട് പെൺകുട്ടിന്റെ ഓരിയാണ് ആൺകുട്ടിക്കുള്ളത്. ആ പെൺകുട്ടിന്റെ ഓരി ഫിക്സ്ഡ് ആണെങ്കിൽ അർത്ഥം. ആണ്ട് കണക്കാക്കണ തന്നെ എന്തുമെന്നാണ്? രണ്ട് പെണ്ണിന്റെ ഓരിയാണ് ഒരാണിനുള്ളത്. അതുകൊണ്ട് പോയി അനന്തരവസ്വത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അനന്തരവസ്വത്ത് കളിക്കരുത്. വലിയ ആലിം പറയുന്നുണ്ട്, ഞാൻ ഒരു തേന്റെ കുപ്പി, ഒരു ചെറിയ കുപ്പി തേൻ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ എൻ്റെ ഉസ്താദിന് കൊണ്ടുപോയി കൊടുത്തു. തേന്റെ കുപ്പി വീട്ടിൽ നിന്ന് കിട്ടിയ തേന എന്നോട് ഒരു ചെറിയ കുപ്പിയിൽ ഉസ്താദിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ എന്നോട് എൻ്റെ ഉസ്താദ് ചോദിച്ചു, നിന്റെ ഇത് എവിടുന്ന് കിട്ടിയാണ്? ഞാൻ പറഞ്ഞു ഇതിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന്, ഞങ്ങളെ വീട്ടിലെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഉസ്താദിനോട് ചോദിച്ചു, നിന്റെ വാപ്പാന്റെ സഹോദരിമാരുടെ അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ല? നിന്റെ അമ്മായിയുടെ സ്വത്തൊക്കെ എന്റെ വാപ്പ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വാപ്പക്ക് അമ്മായി തന്നെ ഇല്ല, പെങ്ങന്മാരെന്നെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം പറയാണ്, ഞാൻ കുട്ടിയാണ്, ഉസ്താദിന് ഭയങ്കര സന്തോഷമായിട്ട് കൊണ്ടുപോയി കൊടുത്തതാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? എവിടുന്നാണ് ഇത് പറഞ്ഞത്? അതിന്റെ വീട്ടിൽ നിന്നാണ് പറഞ്ഞു. എന്റെ വാപ്പ അമ്മായികളെ സ്വത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അമ്മായികൾ തന്നെ ഇല്ല എന്ന്. ടീക്കേ, ശരി തന്നെ. എന്നാ എന്റെ വല്യാപ്പ എന്റെ സ്വത്തിൽ എന്റെ വല്യാപ്പന്റെ അമ്മായികളെ സ്വത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കത് അറിയില്ല എന്നാണ്. എന്നിട്ട് ഇദ്ദേഹം പറയണേ, എനിക്ക് മനസ്സിലായത് അപ്പൊ എന്താണ് പറഞ്ഞാൽ, അമ്മായികളെ സ്വത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ട, ഈ തേന്റെ കുപ്പി എനിക്ക് വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാണേ പറഞ്ഞേ? അനന്തരവസ്വത്തിൽ ആര് വെളു കാണിച്ചോ, അത് നിങ്ങളോടുള്ള ഉപദേശമാണ്. ബുദ്ധി ആരെങ്കിലും കാണിച്ചോ, ഉറപ്പാണ് ആഹ്റം വേണ്ട, ദുനിയാവിൽ ഓൻ പാപ്പറാവും. നിങ്ങൾ എവിടെ വേണമെങ്കിലും സീൽ വെച്ചു കൊടുത്തോളൂ, ഞങ്ങൾ കൂടെ നിന്നേരാം. അനന്തരസ്വത്തിൽ വെളു കാണിച്ചവർ ചിലപ്പോൾ ആണുങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ടുണ്ടോ ഒരു പരിപാടി, പെങ്ങന്മാർക്കൊന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ അടിയന്മാരൊക്കെ കൂടിയിട്ടുണ്ടാവും വേറൊരു പരിപാടി. അനന്തരസ്വത്തിൽ കൃത്രിമം കാണിച്ച, കാരണം കൃത്യമായി ആര് പറഞ്ഞതാണ്? അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യാണെന്നാ പറഞ്ഞത്. അതിൽ അനന്തരസ്വത്തിൽ കൃത്രിമം ആര് കാണിച്ചോ ഓൻ ദുനിയാവിൽ പാപ്പറാവും. അയൽവാസിന്റെ കട്ടാലൊക്കെ ചിലപ്പോൾ പരിഹാരമാണ്. പക്ഷെ പെങ്ങളുടേത്, ഇല്ലെ ആങ്ങളുടേത്, ഇല്ലെങ്കിൽ അഞ്ചന്റേത്, ജ്യേഷ്ഠന്റേത്, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇൽമിന്റെ പകുതിയാണ് ഇൽമുൽ വറാസത്ത്. ബാക്കി ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും കൂടി ഇൽമിന്റെ ഒരു പകുതിയാണ്. ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമ് വറാസത്തിന്റെ ഇൽമായിരിക്കുന്ന മക്കൾ പറഞ്ഞു. അതുകൊണ്ട് കൊല്ലങ്ങളായി വീതം വെക്കാത്തവർ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ തങ്ങന്മാർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു ചോദിച്ചു വരട്ടെന്നാ വരില്ല. ഏത് ആങ്ങളോടാ പെങ്ങൾ ചോദിക്കാൻ വരിക? അവർക്ക് ആകെ ഇഷ്ടമുള്ള ആൾക്കാർ ആങ്ങളമാരാണ്. പുതിയാപ്പിളിനേക്കാൾ ഇഷ്ടക്കാരോട് ആങ്ങളമാരൊക്കെ എന്തെങ്കിലും പറഞ്ഞു നോക്കണം, അപ്പം വിവരറിയും. ഓൽക്ക് ഓരോ ആങ്ങള് വലുതാണ്. പിന്നെ ഓലെങ്ങനെ ചോദിച്ചു വരിക? ചോദിച്ചാൽ കാക്കൻ്റെ കിട്ടില്ല എന്ന് ഉറപ്പാണ്. പിന്നെ കച്ചറ ഉണ്ടാക്കേണ്ടി വരും, അപ്പൊ തെറ്റേണ്ടി വരും. അതുകൊണ്ട് അനന്തരാവകാശ സ്വത്തിൽ ബുദ്ധി കളിച്ചോരൊക്കെ പൊട്ടും. ഇത് അള്ളാഹുവിന്റെ തർത്തീബാണ്. പിന്നെ എന്താണ് പറഞ്ഞാല്? എത്താരത്തെ നമുക്കില്ലേ ചെറിയ സൂറത്ത് നമ്മളെന്ന് കേൾക്കണതാ. ഇതന്നെയാണ് ഈ പറഞ്ഞത്. അനന്തര സ്വത്ത് കവുന്ന് നടന്നിട്ട് മുണുങ്ങാന്ന്.
അനന്തര സ്വത്ത് ചെറുതല്ല ഭായി. അതുകൊണ്ട് ഒരു കാരണവശാലും അനന്തര സ്വത്ത് കൊടുക്കും. സഹോദരിമാരെ സ്വത്ത് തടഞ്ഞേക്കുക ഇല്ല, ഒരു സ്വതന്ത്രമായി നമുക്ക് കൊടുക്കുക, ഓർക്ക് ഉപയോഗിക്കട്ടെ. മരിച്ചാൽ ആദ്യം ചെയ്യേണ്ട പണിയാണത്, ആദ്യം ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ട് അനന്തര സ്വത്ത് തിന്നെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നല്ലപോലെ ശ്രദ്ധിച്ചൊരു സാറിന്മാര്. നമ്മള് ഫുള്ള് ക്ലീനാണ്. ഞാൻ ഒരു ഉറുപ്പേരാക്ക് കൊടുക്കാൻ, ഒരു ഉറുപ്പേര ആരും പറ്റിച്ചില്ല. പക്ഷെ പെങ്ങളെ സ്വത്ത് ഇവിടെ കിടക്കുകയാണ്, ഒരു ചുടുത്തിട്ടില്ല. ജ്യേഷ്ഠന്റെ സ്വത്ത്, അഞ്ചന്റെ സ്വത്ത് അയിമ വെള്ളമെടുക്കുക. ദുനിയാവിൽ പണിയെടുക്കുന്നു. പഴയ കാലത്ത് വയല് കൃഷിയായിരുന്നു വരുമാന മാർഗം അല്ലെ? പഴയ കാലത്ത് കാള കൃഷി, നെല്ല്, അതൊക്കെയായിരുന്നു വരുമാന മാർഗം. അടക്ക, കവുങ്ങ് ഒക്കെ വരുമാന മാർഗമായിരുന്നു. ഒരു ആചാര്യം മരിച്ചു, അയാൾ കുറെ സ്വത്തുണ്ട്. അയാൾ ആൺകുട്ടികളെ ഈ കൃഷിയും ഈ സാധനമൊക്കെ എടുത്തു. കണ്ടമാന ഏക്കറുകളുണ്ട്, ഒക്കെ കുറെ കൈമലാക്കി. പെങ്ങന്മാർക്ക് ഒരു ഏരിയ, കുറെ കശുമാവും കുറെ മലി പാറയൊക്കെ ഉള്ള ഏരിയ കൊടുത്തു. ആർക്കും വേണ്ടത്, കേറി വെക്കാൻ കൂടി പറ്റാത്ത ശരി. അവര് സഹിച്ചു. കാലം മറഞ്ഞു, പാറകൾ പൊട്ടിച്ച് സ്വർണം പോലായി. ഇപ്പൊ പെങ്ങന്മാരൊക്കെ ഭയങ്കര കോടീശ്വരത്തികള്, ഇവന്മാരൊക്കെ കാക്കുമാരി. കറക്റ്റ് അന്ന് തട്ടിയതാണ്, പക്ഷെ അല്ലാഹ് മറച്ചു. അതുകൊണ്ട് അനന്തരസ്വത്തിൽ ഒരു ഗുണം എടുക്കരുത്. അതിലാരെ പൊട്ടനാണത് ഓൻ രക്ഷപ്പെട്ടു. അതിൽ വലിയ കച്ചറയ്ക്ക് ഉൽമാനൊന്നുമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ തൃപ്തിപ്പെട്ടു, ആയിക്കോട്ടെ. അതുകൊണ്ട് പോയി അനന്തരസ്വത്ത് വീതം വെക്കാനുള്ളവർ വേഗം വീതം വെച്ചു. ഇല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മൊത്തമായി മിക്സഡ് സ്വത്തുള്ളത്. നമ്മൾ അങ്ങനൊന്നുമില്ല. കിട്ടണമൊക്കെ വാങ്ങാം, കിട്ടണമൊക്കെ തിന്ന്. ഭക്ഷണം ഹലാൽ അല്ലെങ്കിൽ സാർമാരെ ഇബാദത്തിൽ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒരു മഹാൻ പറഞ്ഞ അദ്ദേഹം യാത്രയിൽ എവിടുന്നോ കുറച്ച് ആഹാരം കഴിച്ചു. അദ്ദേഹത്തിന് ദിവസങ്ങളോളം തഹജ്ജുദ് നഷ്ടപ്പെട്ടു. അതിന്റെ കാരണത്തെ പറ്റി അയാൾ അന്വേഷിച്ചപ്പോൾ ഒരു ലുക്മ ആഹാരം മുസ്തബൽ, ഹറാമാണോ ഹലാലാണോ സംശയിച്ചത് കഴിച്ചതാണ്. നമുക്ക് ദീന്റെ ഈമാനും അമരൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം വേറൊന്നും അന്വേഷിക്കണ്ട, കിട്ടണമൊക്കെ തിന്ന. യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് തയ്യിബാതി വഅമലു സാലിഹാ. ഖുർആന്റെ കൽപ്പനയാണ്. യാ അയ്യുഹർ റസൂൽ, മുർസലീങ്ങളെ, കുലൂ മിനത് തയ്യിബാത്, പരിശുദ്ധമായതിനെ നിങ്ങൾ ഭക്ഷിക്കും. വഅമലു സാലിഹാ, നിങ്ങൾ സാലിഹായ അമലുകൾ ചെയ്യും. ഉലമാക്കൾ എഴുതുന്നുണ്ട്, പരിശുദ്ധമായത് ഭക്ഷിച്ചാൽ അമലു സാലിഹാത്ത് ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവും. അമലു സാലിഹാത്ത് ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവും. അതുകൊണ്ട് നല്ല പോലെ ആലോചിക്കും. ഹലാല് സമ്പാദിക്കും, ഹലാല് ചെലവാക്കും, ഹലാല് ഭക്ഷിക്കും, ഹലാല് കൊടുക്കും. പള്ളിക്കാരെ, നമ്മുടെ പള്ളിയിൽ ആൾക്കാർക്ക് ഭയങ്കര, ചില ആൾക്കാർക്ക് ഭയങ്കര പിരാന്താണ്. അവിടെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെ ചോദിക്കണം, ഇവിടെ ചോദിക്കണം, അതാക്കണം ഇതാക്കണം. സാർമാരെ ഇവിടെ വന്ന് തിന്നണോനൊക്കെ വലിയ പ്രതീക്ഷ തിന്നാണ്. അതുകൊണ്ട് ഞാൻ തുറന്ന് പറയാണ്, ആരെങ്കിലും എന്തെങ്കിലും കുണ്ടരെ കൊടുക്കുകയോ ചെയ്യണമെങ്കിൽ, ഹലാൽ അല്ലെങ്കിൽ ദയവ് നിങ്ങൾ ആർക്കും കൊടുക്കണ്ട. കാരണം ആ കൊടുക്കലുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്തിനാ ആൾക്കാരെ ഹറാം വശിപ്പിക്കണേ? നമ്മളൊക്കെ മസ്ജിദ് പോയി തിന്നുന്നത് എന്തിന്റെ പേരിലാണ്? മസ്ജിദുകാർക്ക് ഒരു നോട്ടുമില്ല, അത് വേറെ കാര്യം. മസ്ജിദുകാർക്ക് ഒരു നോട്ടുമില്ല. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു 2-3-4 കൊല്ലം മുമ്പ് ഒരു കവറിൽ അവിടെ വന്നിട്ട് എന്നെ കാണാതെ പോയതാണ്. അവനെന്താ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു കവറിലൊക്കെ എഴുതി കൊടുത്തയച്ചിട്ടുണ്ട് ഒരു പൈസ. അപ്പൊ ആ കവറ് ഞാൻ പൊട്ടിച്ചു നോക്കുമ്പോ ആ പൈസ മേലെ അതിലൊരു കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് എന്റെ ഉമ്മാന്റെ ഓഹരി കിട്ടിയ അതിലെ റബ്ബർ വിറ്റ പൈസയാണ്, ഇത് പ്യൂർ ഹലാലാണ്, അതുകൊണ്ട് ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ എഴുതിയത് അറിയാങ്ങൾക്ക്? ഇടക്കിടക്ക് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടാണ്, ഇവിടെ ഹലാലല്ലാത്തത് വേണ്ട, അള്ളാന്റെ പള്ളിക്കും കൂടി വേണ്ടാത്ത എന്തിനാ പേറി നടക്കണമെന്ന്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് പൈസ ഇപ്പൊ എത്രയാണ്? ഈ ജനലിന്റെ അടുത്ത് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് പൈസ 5 ലക്ഷം വേണം, 5 ലക്ഷം ഞാൻ ഇപ്പം തരാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ നിബന്ധന മാത്രം എന്റെ ഇല്ല. ഏത്?
അല്ല, കാരണം ഓൻ ഓടിയും എന്തൊക്കെയോ പരിപാടിയും എന്തൊക്കെയോ പ്രശ്നത്തിൽ പെട്ട് ഇങ്ങനെ കരകയറി വരാൻ. ഇൻഷാ അല്ലാഹ് ഹലാലായതിനു ശേഷം ഞാൻ തരണ്ട് പറഞ്ഞു. ഒരു ദിവസം പൈസ കൊണ്ട് തന്നെ. അപ്പൊ പറഞ്ഞു ഉമ്മാന്റെ പറമ്പിൽ നിന്ന് കിട്ടിയ തേങ്ങന്റെ പൈസയാണ്, പ്യൂർ ഹലാലാണ്, എനിക്ക് എന്തെങ്കിലും ഉതക്ക് തരാൻ കൊതിയുണ്ട്. അതുകൊണ്ട് ഹലാലിൽ വലിയ ബർക്കത്തുണ്ടാവും. ഹറാം വൈക്കോലുമായി ഉണ്ടാവും. അത് കത്തിയാൽ ചെമ്പടക്കം മൂടും, പക്ഷെ വെള്ളം തിളക്കൂല. ഒരു കെട്ട് വൈക്കോൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കിയാൽ ചെമ്പിന്റെ മുകളിൽ തീ വരും, പക്ഷെ വെള്ളം തിളക്കൂല. ഒരു പട്ടികന്റെ ചെറിയ കഷ്ണം അങ്ങനെ വെച്ചുകൊടുത്താൽ അങ്ങനെ കത്തി കഞ്ഞി വരെ ഉണ്ടാക്കാം. ഹലാൽ ബർക്കത്തുണ്ടാവും. ഹറാം വലിയ പുകച്ചില് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് സമ്പാദ്യം ഹലാലാക്കി. സഹാബാക്കളുടെ സ്ത്രീകൾ ഭർത്താവ് വീട്ടിൽ നിന്ന് പണിക്ക് പോകുമ്പോൾ പറയുന്നു സഹാബാക്കളോട്, ഭർത്താവെ വഖ്സിബിൽ ഹലാൽ, നിങ്ങൾ ഹലാൽ മാത്രം സമ്പാദിക്കണം. വിഷമം ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ സഹിച്ചോളാം, ജഹന്നമിന്റെ തീ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പാവം കുട്ടിയൊക്കെ ഹറാമ് കൊണ്ടാക്കി കൊടുക്കുക. പാവം ഞമ്മക്ക് വേണ്ടി ഹിദ്മത്ത് നമ്മളെ ഭാര്യക്ക് ഹറാമ് തീറ്റിക്കുക. ഇത്ര വലിയ അക്രമങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് വരുന്ന സമ്പാദ്യമാർഗം പഠിക്കും. ചിലർ ജ്വല്ലറി കൊണ്ടുപോയിട്ടുണ്ടാവും, ചിലർ ടെക്സ്റ്റൈൽസ് കൊണ്ടുപോയിട്ടുണ്ടാവും, ചിലർ വേറെ ആണെങ്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. പൈസ എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ കൊടുക്കണ്ടാവും. ചില വലിയ വളവന്മാരുണ്ടാവും. ഏകദേശം 1,00,000 ഒരു 1000 രൂപ 1200 രൂപ കണ്ടിട്ടുണ്ടാവും. ഒരു ചില മാസം 800 കൊടുക്കും, ചില മാസം 1400 കൊടുക്കും. ഇവിടുത്തെ 200 അവിടെ കൊടുക്കുന്നത്. ഇതിന്റെ ഏറ്റവും വ്യത്യാസത്തിൽ ഇങ്ങനെ കൊടുക്കും. ഈ സാധ്യത കണക്കൂട്ടി തരാൻ 99.9 ഞാൻ യഖീനോടെ പറയാണ്, നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും പലിശയാണ്, കണക്കൂട്ടാതെ തരുന്നതാണ്. ചിന്തിക്കണ ബാങ്കിൽ എന്തായാലും കൊടുക്കണ്ടേ, ഇതാന്നില്ലല്ലോ. അതുകൊണ്ട് ഇട്ടിട്ട് അതിന്റെ നീരിങ്ങനെ കുടിച്ചിന് ആൾക്കാരുണ്ട്. അത് കിണറ്റിന്റെ അടുത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കിയ മാതിരി ഉണ്ടാവും. കുളിമുറിന്റെ വെള്ളവും മൂത്രയിക്കണ വെള്ളവും ബാത്റൂമിലെ വെള്ളമൊക്കെ ഈ ടാങ്കിൽ ഇറങ്ങിയ നേരെ എവിടെ എത്തും, കെണ്ടിക്കെന്നെത്തും. പിന്നെ അടിച്ച അങ്ങനെ കുടിച്ച ഒട്ടുമിക്ക ആൾക്കാരും അവരെ സമ്പത്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ജ്വല്ലറിയിൽ അവിടെ ഇട്ടുണ്ടാവും. വ്യക്തമായി കണക്കുണ്ടാവില്ല. ഇനി നഷ്ടം ഉണ്ടാവണം, നഷ്ടമില്ലേ ഇല്ല. അതുകൊണ്ട് ഡിപ്പോസിറ്റുകൾ, വരുമാന മാർഗം നല്ല പോലെ ആലോചിച്ചോളി. മക്കളോട് വ്യക്തമായിട്ട് പറഞ്ഞേക്കും. മോനെ ഇജ്ജ് കൊണ്ടുവരുന്ന ഹലാലാണോ, ഹലാലാണോ മാത്രം കൊണ്ടുവന്നാൽ മതി, ഇല്ലേ ഒന്നും കൊണ്ടുവരണ്ട. പട്ടിണി കിടന്ന ഒരു കുഴപ്പമില്ല സാർമാരെ, അതുകൊണ്ട് കൂരിട്ടു. മക്കൾ കൊണ്ടുവരുന്ന മുഴുവൻ തിന്നാൻ നിൽക്കല്ലേ. എങ്ങനെ മക്കളുടെ നല്ല മാന്യന്മാരായ മക്കൾ കഞ്ചാവ് കച്ചവടം ചെയ്യുന്നുണ്ട്. നല്ല കുപ്പായി, നല്ല പാന്റ്, നല്ല കാറൊക്കെ ഇട്ടിട്ട് കഞ്ചാവ് കച്ചവടം. അതുകൊണ്ട് മക്കൾ കൊണ്ടുവരുന്ന പണം എന്താണെന്ന് ആലോചിക്കും. അതുകൊണ്ട് ഹലാല് തിന്നി ഹലാലായ സമ്പാദ്യം ചെലവാക്കി മരിച്ചു പോയാൽ ഈ സമ്പാദ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ കൊടുത്തല്ലാതെ വേറെ എന്താ ഉണ്ടാവുക? വിട്ടിട്ട് പോയതും മക്കളെയും അതേമാതിരി അനന്തരാവകാശികളെ വെറും കൈയോടെ വിട്ടിട്ട് പോവരുത്. ഇവർക്ക് എന്തെങ്കിലും സമ്പാദിക്കൊക്കെ വേണം, പക്ഷെ പരിധിയിൽ കൂടുതൽ വേണ്ട. ഇവിടെ മുഴുവൻ അവർക്ക് ഇട്ടിട്ട് പോയി, ഇയാൾക്ക് ആഹൃത്തിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം ആഹ്റം സമ്പാദിക്കാനും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് നന്മയായ കാര്യങ്ങളിൽ സമ്പത്ത് ചെലവാക്കി, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ചെലവാക്കുന്നതിനനുസരിച്ച് അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. കഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കും. സക്കാത്ത് കണക്കൂട്ടി കൊടുക്കും, അതിന്റെ ബാക്കി പുറത്ത് ഇഷ്ടം പോലെ കൊടുക്കും. സക്കാത്തിനേക്കാളും കൂടുതൽ കൊടുക്കും. സമ്പത്ത് കൊടുത്തോളും ധൈര്യമായിട്ട്. ആർക്കാ കൊടുക്കുന്നത്? ആരാണ് അള്ളാഹ്ക്ക് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളത്? ആര് ചോദിക്കാണ്? അവർക്ക് ഇരട്ടിയായിട്ട് ഞാൻ കൊടുക്കുന്നു. അള്ളാഹ്ക്ക് കടം കൊടുക്കാറുണ്ട്, പാവപ്പെട്ടവന് കൊടുക്കലാണ്, പ്രയാസം അനുഭവിക്കുന്നവന് കൊടുക്കലാണ്. അവന്റെ മസ്ജിദുകൾ, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ അതൊക്കെ നിലനിൽക്കണം. അതിനൊക്കെ എത്ര എത്ര സമ്പത്ത് ചെലവാക്കണം? നമുക്കൊന്നും അറിയില്ല. ആടെ ഫാൻ തിരിയുണ്ട്, ഇവിടെ തിരിയുണ്ട്, അങ്ങനെ നടക്കുന്നുണ്ട്, ഇതിങ്ങനെ നടക്കുന്നുണ്ട്. എങ്ങനെ? മസ്ജിദുകൾ, മദ്രസകൾ, ഖുർആൻ ഹിഫ്ള് പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ ഫീസ് അങ്ങനമായിരുന്നു, ഒരു മദ്രസ ഫീസ് അങ്ങനില്ല. അതൊക്കെ ഞെരുങ്ങി ഒപ്പിച്ച് കൊണ്ടെടുക്കാൻ നമ്മളാണ് സമ്പത്ത് വെച്ചിട്ട് കളിക്കാൻ. കൊണ്ട് ദീനി കാര്യങ്ങൾക്ക് ചെലവാക്കി നന്മയിൽ എത്രയുള്ളത് അത്രേ. അതിന് ഞാൻ പണക്കാരനാവട്ടെ, ഇൻഷാ അല്ലാഹ് കൊടുക്കണം. പണക്കാരനാവണ്ട,
1000 ഉണ്ടെങ്കിൽ ഇന്ന് കൊടുക്കില്ല 100 200 500 ഉള്ളൂ, 100 കൊടുത്താളാ ഉള്ളതെന്ന് കൊടുക്കീൻ. അപ്പോഴല്ലേ അല്ല തരുള്ളൂ. നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എന്റെ പ്രശ്നമൊക്കെ തീരട്ടെ, പൈസ ഇങ്ങോട്ട് വന്നിട്ട് വേണം എന്താക്കാന്. എന്റെ പ്രശ്നം എന്താ തീരാറില്ല, ജമ്മുള്ളിടത്തോളം കാലം തീരൂല. പ്രശ്നം തീർന്നിട്ട് ആർക്കാ കൊടുക്കാൻ കഴിയുക? കുടിക്കും. അള്ള പ്രശ്നം തീർക്കും. കാരണം അള്ളാഹു തവക്കുൽ ചെയ്തിട്ട് അടിമ അള്ളാഹുവിന്റെ ഖജനാവ് കണ്ടിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് ചെലവാക്കി. അതുകൊണ്ട് സക്കാത്ത് കൃത്യമായി കൊടുക്കും. സക്കാത്തിന്റെ മസല ഉലമാക്കളോട് ചോദിച്ചു പഠിക്കും, കച്ചവടക്കാരനോട് ചോദിച്ചു പഠിക്കരുത്. കാരണം കച്ചവടക്കാരന് അറിയില്ല. ഓനൊരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും ഉസ്താദിനോട് പകുതി ചോദിച്ചിട്ടുണ്ടാവും, ആ ഉസ്താദ് ചോദിച്ചതിന് മറുപടി അറിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് പിന്നെ കൂടുതൽ ചോദിച്ചില്ല. കാരണം തടഞ്ഞു വണ്ടി മേലെയൊന്നും കണ്ട് മുസീബത്ത് വരണ്ട, അല്ല ഇങ്ങനെ പോട്ടെ, അങ്ങനെ പോയല്ല, ആടത്തെ കുടുങ്ങും. അറബി മാസം നോക്കിയിട്ട് കൊടുക്കും. സെപ്റ്റംബർ ഒക്ടോബർ അല്ല, ഏപ്രിൽ മെയ് അല്ല, മെയ് 1 അല്ലെ ഏപ്രിൽ 1, മാർച്ചിൽ കണക്കൂട്ടും, ഏപ്രിൽ 1 കൊടുക്കും. 33 കൊല്ലം കഴിയുമ്പോൾ ഒരു കൊല്ലത്തിന്റെ സക്കാത്ത് ആഹാരത്തിലെത്തുമ്പോൾ ഉണ്ടാവൂല. ഏപ്രിൽ മെയ് നോക്കി കൊടുക്കുകയാണെങ്കിൽ മനസ്സിലായെങ്കിൽ 33 കൊല്ലം കഴിയുമ്പോൾ ഒരാൾ 33 കൊല്ലം കച്ചവടം ചെയ്തതിന് കാര്യം പറയാം എല്ലാ കൊണ്ടും ഞാൻ കൊടുത്തില്ല, ഒരു കൊല്ലം അയാൾക്ക് എന്തായിട്ടുണ്ടാവും, അതിനിടയിൽ മിസ്സായി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അറബി മാസം നോക്കിയിട്ട് കൊടുക്കും. എല്ലാവരും സക്കാത്തിന്റെ വർഷവും റമദാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. കച്ചവടക്കാരൻ എപ്പോഴാണ് കച്ചവടം തുടങ്ങി അതാണ് അവന്റെ വർഷം. അതുകൊണ്ട് ഉലമാക്കളോട് ചോദിക്കുന്നു, ഉലമാക്കളായിട്ടുള്ള ബന്ധം സ്ഥാപിക്കും. കാര്യങ്ങളൊക്കെ ഉലമാക്കളോട് ചോദിക്കും. ഉലമാക്കളോട് ചോദിച്ച് മുന്നോട്ടേക്ക് പോയി. സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് എടുത്തേക്കാനുള്ളതല്ല, ഇത് അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കിക്കൊണ്ടേയിരിക്കാനുള്ളതാണ്. കഷ്ടപ്പെട്ടവന്റെയും പാവപ്പെട്ടവന്റെ ഒക്കെ ആവശ്യങ്ങളും അവന്റെ അത്യാവശ്യങ്ങളും പൂർത്തിയാക്കി. ഒരുത്തന്റെ ഹായ്, ഒരുത്തന്റെ വിഷമം, ഒരുത്തന്റെ സങ്കടം, ഒരുത്തന്റെ കണ്ണീരൊപ്പം നമുക്ക് പറ്റിയാൽ അത് അള്ളാഹിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ്. അവന്റെ ദുആ ഉണ്ടാവും, ഓരോ ദുആക്ക് മറണ്ടാവില്ല. ഹൃദയത്തിന് ഉള്ളുന്നേക്കും ദുആ. അവർക്ക് മുസീബത്ത് വരരുതേ പടച്ചവനെ, അവർക്ക് ആപത്ത് വരരുതേ പടച്ചവനെ. അതുകൊണ്ട് സമ്പത്ത് ചെലവാക്കണം സാർ. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഖൈറിന്റെ വഴികളിൽ പടച്ചവൻ നമ്മളെല്ലാവരും ഒന്നാക്കുമാറാവട്ടെ. സാർമാരെ റമദാൻ മാസത 10 കഴിഞ്ഞു, ഇന്ന് 11ാമത്തതാണ്. ഇതിന് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കഴിയാനാവും. അതുകൊണ്ട് എന്തുണ്ടാക്കി റമദാനിൽ നമ്മൾ ആലോചിക്കും. ഇനി എന്തൊക്കെയാണ് നിയമങ്ങളും അവസ്ഥകളും വരിക നമുക്ക് അറിയില്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം മസ്ജിദിൽ സമയം ചെലവാക്കി. വെറുതെ അങ്ങാടി കൂടെ തൊള്ളാട്ടി ആക്കിയിൽ നടക്കണ്ട. മസ്ജിദിൽ ചെലവാക്കി, രാത്രികളും പകലുകളും ചെലവാക്കി, ഖുർആൻ ഓതി, ദിക്ർ ചെയ്യും. അവസാനത്തെ 10 ഇത്തികാഫ് ഇരിക്കാതെ ഒരാഴ്ച മാത്രം കാത്തിക്കണ്ട. അവസാന 10 ചിലപ്പോൾ എവിടെ ഇരിക്കേണ്ടി വരും, അള്ളാഹ് കാക്കട്ടെ, പെരയിൽ ഇരിക്കേണ്ടി വരും. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് തടസ്സങ്ങളില്ലാത്തവർ വന്ന് ഇരുന്നോളി, മസ്ജിദിൽ ഇരിക്കും, അമലുകളിൽ കഴിഞ്ഞുകൂടി. എന്തൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോവാ. കാരണം അവസാനത്തെ 10 അല്ലല്ലോ. അവസാനത്തെ 10 പൂർണ്ണമായി ഇഅ്തികാഫ് ഇരിക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്യൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹ് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت يا أرحم الراحمين. കറാഞ്ഞ അള്ളാഹുവെ, കൃപയുള്ള പടച്ചവനെ, ഉദാര്യവാനായ അള്ളാഹുവെ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. അള്ളാഹ് ഞങ്ങളിൽ ഒരുപാട് ഗഫ്ലത്തും അശ്രദ്ധയും വന്നുപോയി പടച്ചവനെ. നിന്റെ പല കൽപ്പനകളും ഞങ്ങൾ അറിയാതെ പോയി പടച്ചവനെ. അള്ളാഹ് സക്കാത്തിൽ ബലഹീനത വന്നിട്ടുണ്ടാവും പടച്ചവനെ, നോമ്പിൽ ബലഹീനത വന്നിട്ടുണ്ടാവും പടച്ചവനെ, നമസ്കാരത്തിൽ തീർച്ചയായിട്ടും ബലഹീനതകൾ വന്നിട്ടുണ്ട് പടച്ചവനെ. എല്ലാം നീ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പാക്കി തരണേ അള്ളാഹ്. ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. നീ തന്ന സമ്പത്തിനോടുള്ള കടമ പൂർത്തിയാക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഇത് താൽക്കാലികമായി നീ ഞങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ കൈവിട്ടു പോവും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ശരിയായ ബോധം തരണേ പടച്ചവനെ. ഞങ്ങളെ കൊണ്ട് ഖൈറുകളുടെ വാതിലുകൾ നീ തുറപ്പിക്കണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഒരു പാവങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ഖിദ്മത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് പടച്ചവനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ നല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ പടച്ചവനെ.
ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പടച്ചോനെ. ഹാഫിളീങ്ങളും ആലിമീങ്ങളും ദായികളും മുത്തഖീങ്ങളും ഔലിയാക്കളും ആക്കണേ പടച്ചോനെ. നീ വിചാരിച്ചാൽ ഒന്നും പ്രയാസമില്ലല്ലോ പടച്ചോനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പടച്ചോനെ. മക്കളെ കൊണ്ട് ദുനിയാവിൽ കുടുങ്ങുന്നവരെ കൊണ്ട് ഞങ്ങളാക്കരുതേ. മക്കളെ കണ്ണിന്റെ കുളിർമയാക്കി തരണേ പടച്ചോനെ. ഞങ്ങളെ ഭാര്യമാരെ കണ്ണിന് കുളിർമയാക്കി തരണേ എന്ന്. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണേ പടച്ചോനെ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ, ഞങ്ങളെ വല്യാപ്പന്മാർ വല്യമ്മമാർ, ഞങ്ങളെ ഭാര്യന്റെ മാതാപിതാക്കൾ പടച്ചോനെ, അവരുടെ സഹോദരന്മാർ പടച്ചോനെ, ഞങ്ങളെ ഉപ്പാന്റെ സഹോദരന്മാർ സഹോദരിമാർ, ഉമ്മാന്റെ സഹോദരന്മാർ സഹോദരിമാർ, ഭാര്യന്റെ സഹോദരന്മാർ സഹോദരിമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ അനുജനെ പോലെ ഉപ്പാനെ പോലെ ഞങ്ങളെ കൊണ്ടിടുന്ന കുറെ ആൾക്കാർ, ഞങ്ങൾക്ക് ഒരുപാട് ഖിദ്മത്ത് ചെയ്തെന്നവർ, ഞങ്ങൾക്ക് സേവനം ചെയ്തെന്നവർ, ഞങ്ങളെ സാമ്പത്തികമായ എല്ലാ അവസ്ഥയിലും സഹായിച്ചവർ പടച്ചവനെ, ഞങ്ങൾക്ക് ദീന്റെ ഇൽമു പറഞ്ഞു തന്നവർ പടച്ചവനെ, അല്ലാഹ് ഇങ്ങനെ തുടങ്ങി കുറെ ആൾക്കാർ അവരവരെ സമയങ്ങളായപ്പോൾ അവർ നിന്നിലേക്ക് നീ വിളിച്ചല്ലോ പടച്ചവനെ. അവരിന്ന് ഖബറിന്റെ ഉള്ളിലാണല്ലോ. കുറെ ആളുകൾ വർഷങ്ങൾ കഴിഞ്ഞു പടച്ചവനെ, കുറെ ആളുകൾ അടുത്ത കാലത്തായി. അവരൊക്കെ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ പടച്ചവനെ. അല്ലാഹു ഒരു പാവങ്ങളാണ്. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ ഈ കൂടൽ, ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ ദുആ, ഞങ്ങളുടെ ഇബാദത്തുകൾ, ഞങ്ങളുടെ തറാവി നിസ്കാരം, ഞങ്ങളുടെ ധർമ്മം പടച്ചവനെ, ഞങ്ങളുടെ സദഖ, അതൊക്കെ അവരെ ഖബറിൽ നീ തണലാക്കി കൊടുക്കണേ പടച്ചവൻ. അവർ സമ്പാദിച്ച് വിട്ടിട്ട് പോയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് പടച്ചവന്. അവർ ഞങ്ങളെ സ്നേഹിച്ച് ലാളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് പടച്ചവന്. അല്ലാഹു, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവരെ ഖബറിൽ നീ തണലേക്കണേ പടച്ചവൻ. അപ്പൊ അവങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പടച്ചവൻ. അല്ലാഹ്, ഞങ്ങളുടെ നല്ല അമലുകൾ അവരെ ഖബറുകളിൽ എത്തിക്കണേ പടച്ചവന്. ഈ മസ്ജിദിന് വേണ്ടി അധ്വാനിച്ച പലരും പടച്ചവനെ ഖബറുകളിലാണല്ലോ അല്ലാഹ്. ഇതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കിയവർ, ഇതിന്റെ എല്ലാ ഗുണകാംക്ഷികളായ കുറെ ആൾക്കാർ പടച്ചവനെ, അവരിന്ന് ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ആനന്ദമായിരിക്കും. പക്ഷെ അവർ ഖബറിലെത്തിയല്ലോ പടച്ചവനെ. നാട്ടിലുള്ളതിനേക്കാൾ വലിയ ആനന്ദം അവരെ ഖബറിൽ നീ നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, ഇത് ഞങ്ങളുടെ ഹക്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വരുമാനത്തിന്റെ കേന്ദ്രമാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ആരെല്ലാം ഇതിന് സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ടോ, ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാർ, വൃദ്ധന്മാർ, സ്ത്രീകൾ, അവരൊക്കെ ഒരു വിലപ്പെട്ട സമ്പത്ത് ഇതിന്റെ പിന്നിൽ ചെലവാക്കി. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടാതെ ഇതുവരെ മുന്നോട്ട് പോയി പടച്ചവനെ. നീയും ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടാത്ത നിലയിൽ ഇതിന്റെ കാര്യങ്ങൾ നീ ആഫിയത്തോടെ നടത്തി തരണേ പടച്ചവനെ. ഇത് ഞങ്ങൾക്കൊരു വരുമാനത്തിന്റെ കേന്ദ്രമാക്കണേ പടച്ചവനെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കൾ ഓതുന്ന ഖുർആൻ ഷരീഫുകൾ അവരുടെ ഖബറുകളിൽ എത്തിക്കണേ പടച്ചവനെ. ഞങ്ങളെ ഖബറുകൾക്കും തണലാകാൻ കാരണമാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, അവിടെ നിന്ന് പോകുന്ന ഹാഫിളിങ്ങൾ അവിടെയൊക്കെ പഠിപ്പിക്കുകയും പരിശീലിക്കുകയും ചെയ്തോ, അതിന്റെ ഒക്കെ കൂലികൾ പടച്ചവനെ ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തവരും ഇതിന് സമ്പത്ത് ചെലവഴിച്ചവർക്ക് നീ നൽകണേ പടച്ചവനെ. ഇതിനെ നീ ആഫിയത്തിലും ഇസ്സത്തിലും കൊണ്ടടക്കണേ പടച്ചവനെ. ഒരു ഹസദിലെ, ഒരു അസൂയക്കാരന്റെ അസൂയയും, ഒരു സിഹറുകാരന്റെ സിഹറോ, ഒരു അക്രമിയുടെ അക്രമോ പടച്ചവനെ, മോശമായി ചിന്തിക്കുന്നവന്റെ ചിന്തയോ പടച്ചവനെ, ഒരാളെയും ഇതിന്റെ അകത്തേക്ക് നീ കടത്തരുതേ പടച്ചവനെ. യാ അല്ലാഹ്, ഇവിടെ വന്ന ഒരാളെ നീ പാഴാക്കരുത് പടച്ചവനെ. മുഴുവൻ മനുഷ്യർക്കും നീ ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. മസ്ജിദുൽ ഹുദ, ഹിദായത്തിന്റെ ഗേഹം എന്ന് നീ പേര് വെച്ചതുപോലെ ഇത് മനുഷ്യരാശിയുടെ ഹിദായത്തിന്റെ കേന്ദ്രമാക്കണേ പടച്ചവനെ. ഇവിടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വരുന്നവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. വെറുതെ റോട്ടിലൂടെ പോകുമ്പോൾ നോക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. ഒരാളെ നീ പാഴാക്കരുത് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ രോഗികൾക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. പലരും പടച്ചവനെ വിദേശ രാജ്യത്തൊക്കെ കൊറോണയും മറ്റൊക്കെ ബാധിച്ച് പടച്ചവനെ ടെൻഷനായി കുറെ ആൾക്കാർ, ചെറുപ്പക്കാരുണ്ട് പടച്ചവനെ. ഓരോ കൂട്ടത്തിൽ ഓരോ ഉമ്മയോ ഓരോ ഭാര്യയോ ആരുമില്ല, ഏകാന്തതയിൽ ഒരു റൂമിലിട്ട് അടച്ചിട്ടുണ്ടാവും പടച്ചവനെ. ആ പാവങ്ങളുടെ മനസ്സിന് ആഫിയത്ത് നൽകി പടച്ചവനെ, അവരുടെ ശരീരത്തിന് ആഫിയത്ത് നൽകി പടച്ചവനെ. പലരും വെന്റിലേറ്ററിലും മറ്റൊക്കെയാണ് പടച്ചവനെ, അവർക്കൊക്കെ നീ ശിഫ നൽകി പടച്ചവനെ. ഇവിടെ ആരെല്ലാം ഹോസ്പിറ്റലുകൾ, വെന്റിലേറ്ററുകളിൽ എന്തെല്ലാം അവസ്ഥയിലാണോ അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകി പടച്ചവനെ. ഈ മുസീബത്തിനെ, ഈ ബലായിനെ ഞങ്ങൾ നീ ഉയർത്തണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ പാവങ്ങളാണ് പഠിച്ചവനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ. മുഴുവൻ മനുഷ്യരാശിയെ രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ. ഈ പരിശുദ്ധ റമദാനിലും ഒരു മുഅ്മിന് മസ്ജിദിൽ സ്വസ്ഥമായി ഇബാദത്തിന് കഴിയാത്ത ദുരവസ്ഥ ആയിപ്പോയല്ലോ പഠിച്ചവനെ. ഞങ്ങളുടെ പ്രവൃത്തി ദൂഷ്യാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പഠിച്ചവനെ. എന്നാലും നീ ഔദാര്യവാനാണല്ലോ പഠിച്ചവനെ. ഞങ്ങൾ നോമ്പുകാരാണ് പഠിച്ചവനെ. ഞങ്ങളുടെ നോമ്പ് വലിയ യോഗ്യതയുള്ള നോമ്പൊന്നും അല്ല പഠിച്ചവനെ.
എന്നാലും സുബഹി മുതൽ മഗ്രിബ് വരെ ഞങ്ങളൊന്നും തിന്നാറില്ല പഠിച്ചോനെ. ഞങ്ങളെ കയ്യെത്തുന്ന ദൂരത്ത് വെള്ളം ഞങ്ങൾ കുടിക്കലില്ല പഠിച്ചോനെ. നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് പഠിച്ചോനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഈ കോലം കെട്ടലെങ്കിലും നീ കബൂലാക്ക് പഠിച്ചോനെ. ഈ നോമ്പ് കാരണം ഞങ്ങളിൽ നിന്നും മനുഷ്യരാശിയിൽ നിന്നും ഈ മുസീബത്തിനെ ഇല്ലാതാക്കണേ പഠിച്ചോനെ. നാട്ടിൽ അമ്നും അമാനും നിർഭയത്വം ഉണ്ടാക്കണേ പഠിച്ചോനെ. മനുഷ്യരാശിക്ക് ഗുണം ചെയ്യണേ പഠിച്ചോനെ. മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന അധികാരികളെ നൽകണേ പഠിച്ചോനെ. അധികാരികളുടെ ഹൃദയങ്ങൾ നിന്റെ കയ്യിലാണല്ലോ പഠിച്ചോനെ. പാവങ്ങളോട് കരുണ കാണിക്കുന്നവരാക്ക് പഠിച്ചവനെ. മനുഷ്യരോട് നന്മ ചെയ്യുന്നവരാക്ക് പഠിച്ചവനെ. അല്ലാഹുവേ, ധിക്കാരികളെയും അഹങ്കാരികളെയും കൈകാര്യം ചെയ്ത് പരിചയമുള്ള നീയാണ് പഠിച്ചവനെ. ഖാറൂനും ശദ്ദാദും നമ്രൂദും ഉബയ്യിബ്നു ഖലഫും ഫിറഔനും അബൂലഹബും അബൂജഹലും എല്ലാരും നീ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ പഠിച്ചവനെ. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ, നിന്റെ അടിമകൾക്ക് നിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇഷ്ടം അവർക്ക് ഹിദായത്ത് കൊടുക്കലാണ്. അവരെ ഹിദായത്ത് കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി ഇസ്ലാമിനെ പഠിച്ചവനെ. നിന്റെ അസലിയായ തീരുമാനത്തിൽ അവർക്ക് ഹിദായത്ത് ഇല്ലെങ്കിൽ പഠിച്ചവനെ, അവരെ നീ ഖാറൂനെ നമ്രൂദിനൊക്കെ കൈകാര്യം ചെയ്ത പോലെ നീ അവരെ കൈകാര്യം ചെയ്ത് പഠിച്ചവനെ ഇസ്സത്തിന്റെ ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ പഠിച്ചവനെ. ആരെല്ലാം പഠിച്ചവനെ ദീനിനോടും മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും ശത്രുത പുലർത്തുണ്ടോ അവരെ മനസ്സിൽ നീ ഞങ്ങളോട് സ്നേഹവും ആപത്തും കൊടുക്കണേ പഠിച്ചവനെ. അതില്ലെങ്കിൽ നീ അവരുടെ കുതന്ത്രങ്ങളും അവരുടെ വൈരാഗ്യമൊക്കെ അവരിൽ തന്നെ തിരിച്ചുവിടണേ പഠിച്ചവനെ. അവരുടെ സംഘങ്ങളെ നീ ഭിന്നമാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണേ പഠിച്ചവനെ. അല്ലാഹുവേ, ഒരു താക്കത്ത് ഒരു ശക്തിക്കും നിന്റെ അറിവ് കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പഠിച്ചവനെ. അത് ഞങ്ങൾക്ക് ഉറപ്പാണ് പഠിച്ചവനെ. ഞങ്ങളെ ഭാര്യമാരും മക്കളെയൊക്കെ നീ സംരക്ഷിക്കണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ജീവിതത്തിൽ ഒരിക്കലും നീ ഞങ്ങളിൽ വരുത്തരുതേ പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് അഭിമാനം തരണേ പഠിച്ചവനെ. നീ തന്ന അഭിമാനത്തെ നിലനിർത്തി തരണേ പഠിച്ചവനെ. ഞങ്ങളെ വൃദ്ധന്മാരെ നീ കബൂലാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ഈ കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ കൂടലിനെ കബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം തരണേ പഠിച്ചവനെ. നല്ല ആഫിയത്ത് തരണേ പഠിച്ചവനെ. ഞങ്ങൾ ചെയ്ത സദഖ, സക്കാത്ത്, ധർമ്മം അതെല്ലാം നീ കബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ തറാവീഹ് നിസ്കാരങ്ങളൊക്കെ ചടങ്ങുകളായി പോയി പഠിച്ചവനെ. അല്ലാഹ്, ഒരു ഓർമ്മയും ചിന്തില്ലാതെയാണ് പഠിച്ചവനെ. എന്നാലും പഠിച്ചവനെ ആ ഒന്ന് നിൽക്കുന്നുണ്ടല്ലോ പഠിച്ചവനെ. ആ റുക്കൂഉം സുജൂദൊക്കെ ഒരു കോലത്തിന് ചെയ്യണ്ടല്ലോ പഠിച്ചവനെ. അതെങ്കിലും നീ കബൂലാക്കി പഠിച്ചവനെ. ഞങ്ങൾക്ക് നല്ല നിലയിൽ തഖ്വയോടെ ഇഖ്ലാസോടെ യഖീനോടെ ഇനി അമലുകൾ ചെയ്യാനുള്ള നല്ല മനസ്സും ആഫിയത്തും തരണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആകളെ കബൂലാക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭക്ഷിപ്പിച്ചവരെ നീ ഭക്ഷിപ്പിക്കണേ പഠിച്ചവൻ. ഞങ്ങളെ കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് പലരും പല ഉപകാരങ്ങൾ ചെയ്തിരുന്നു. അവർക്കൊക്കെ നീ പകരം നൽകണേ അല്ലാഹ്. നീ പകരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാഹ്. ഹറമൈൻ ഷരീഫിനെ നീ തുറക്കണേ പഠിച്ചവനെ. ആഫിയത്തോടെ ഇബാദത്തിനുള്ള അവസ്ഥ ഉണ്ടാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ പരിശുദ്ധമായ ഹറമിനെയും പഠിച്ചവനെ മസ്ജിദ് നബവിയെ നീ സംരക്ഷിക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചവനെ ഹറമൈൻ ഷരീഫിന്റെ സിയാറത്ത് ഹജ്ജിന് എല്ലാം ഭാഗ്യം തരണേ പഠിച്ചവനെ. ഉംറക്ക് അവസരം തരണേ പഠിച്ചവനെ. ഞങ്ങളെ നീ മഹ്റൂമാക്കരുതേ അല്ലാഹ്. മഹ്റൂമാക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ ദുആകളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കൾക്ക് ഹജ്ജിനും ഉംറക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ബലഹീനതകൾ കുറവുകളെ നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك